നാം കേൾക്കുന്ന ഈ നല്ല ദൂതിൻ്റെ തലക്കെട്ടിതാണ്: പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കും. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്ത ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പകലിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അയാളുടെ തൃക്കരങ്ങളിലേക്ക് ഈ സമയത്തെ അടിയങ്ങൾ സമർപ്പിക്കുന്നു, അടിയനെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ മറക്കുന്നു. ഇന്നലകളിൽ അവിടുന്ന് ഞങ്ങളെ പ്രയോജനപ്പെടുത്തി ഞങ്ങൾ മറക്കുന്നു. ഇന്നലകളിൽ എന്തെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് നൽകിയതെല്ലാം മറന്നിട്ട് ഇതാ പുതിയതിനായി അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ഭാണ്ഡത്തിന്മേൽ സ്വന്തമല്ലാത്ത അത്യന്ത ശക്തിയെ അവിടുന്ന് പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ ജനത്തിന് അനുഗ്രഹമായി, നിന്റെ ജനത്തിന് സൗഖ്യമായി, വിടുതലായി ദൈവത്തിന് ആത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടുമാറാകട്ടെ. വചനം ശോഭിക്കാതെ ഹൃദയ കണ്ണുകളെ കുരുടാക്കുന്ന ഈ ലോകത്തിലെ ദൈവമായ സാത്താന്റെ സകല ക്രിയകളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ചവയുടെ മേൽ ജയമെടുക്കുന്നു. വലിയ വിടുതലാക്കി ഇന്ന് പകൽ കർത്താവ് അടിയങ്ങളെ മധ്യത്തിൽ ചലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനത്തിന് വാതിൽ തുറക്കും. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കും. അങ്ങയുടെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തിയാട്ടെ, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദയവായി രണ്ട് കരങ്ങളെ അടിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നേടിയെങ്കിൽ ആരും വാചകമടിച്ചല്ല നേടിയത്, ആരെങ്കിലും സംസാരിച്ചല്ല എന്തെങ്കിലും നേടിയത്. വേദപുസ്തകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നേടിയെങ്കിൽ പ്രസംഗിച്ച് അല്ല നേടിയത്. ഈ ദിവസം ആരെങ്കിലും കുറച്ച് ശബ്ദമിട്ട് അങ്ങ് നേടാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് വ്യാമോഹമാണ്, അതൊരിക്കലും നടക്കത്തില്ല. പ്ലാറ്റ്ഫോമിൽ മൈക്കും പിടിച്ചു നിന്നല്ല ഈ കാലഘട്ടത്തിൽ നാം എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് നേടുവാൻ പോകുന്നത്. പകരം നാം മുട്ടിന്മേൽ നിൽക്കുമ്പോഴാണ്. നാം മുട്ടിന്മേൽ നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്ലാറ്റ്ഫോമിൽ മൈക്കുമായി നിൽക്കുന്ന എന്നേക്കാൾ ഞാനൊന്ന് മുട്ടുമടക്കി നിൽക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ശക്തിയുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, പ്ലാറ്റ്ഫോമിൽ മൈക്കുമായി നിൽക്കുന്ന ദൈവദാസനേക്കാൾ തിരുമുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനാണ് ഏറ്റവും ശക്തനായ മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ വീണുപോകാതെ ഇരിപ്പാൻ, നടക്കുന്നതിന് മുൻപ് മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ മറന്നു പോകല്ലേ. നിങ്ങൾ നടക്കുമ്പോൾ ഇടറിപ്പോകാതിരിപ്പാൻ, വീണു പോകാതിരിപ്പാൻ, നിങ്ങൾ നടക്കുന്നതിന് മുൻപ് മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ സ്തോത്രം ഒരിക്കലും മറക്കരുതേ. ദൈവത്തിന് മുൻപിൽ ആരാണോ മുട്ടുമടക്കുന്നത് അവൻ ഒരിക്കലും മനുഷ്യൻ്റെ മുൻപിൽ മുട്ടുമടക്കേണ്ട ഗതികേട് ഉണ്ടാകയില്ല. ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നവൻ മനുഷ്യൻ്റെ മുൻപിൽ മുട്ട് മടക്കുകയില്ല. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ തനിക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ ദാനിയേൽ ഡെയിലി ചെയ്യുന്നത് പോലെ 3 നേരം ഭക്ഷണം കഴിച്ചു എന്നല്ല ബൈബിൾ പറയുന്നത്. സ്തോത്രം. ദാനിയേൽ 3 നേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ദാനിയേൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. വയോവൃദ്ധനായി 82-ാം വയസ്സ് തനിക്ക് പ്രായമുള്ളപ്പോഴും യഹൂദ തൽമൂദ് പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു എന്നരുളി ചെയ്ത ദൈവത്തിന്റെ സന്നിധിയിൽ ദാനിയേൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കിയ ദാനിയേലിനെ പിടിച്ച് ഇതാ രാജാവ് സിംഹത്തിന്റെ ഗുഹയിൽ തള്ളിയപ്പോൾ സകല സിംഹങ്ങളും ദാനിയേലിന്റെ മുൻപിൽ മുട്ടുമടക്കി. നിങ്ങൾക്ക് എതിരെ ഉള്ളതായ ഏതെങ്കിലും സിംഹഗർജനങ്ങൾ പോലെ, വായു പിളർന്ന് നിൽക്കുന്ന സിംഹങ്ങൾ പോലെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതേ ഈ മണിക്കൂറുകളിൽ അവൻ നിങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കുവാൻ പോകുകയാണ്. സകല വെല്ലുവിളികളും നിങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കി തന്നെയാകണം. കണ്ടീഷൻ, ദൈവത്തിന് മുൻപിൽ നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു എങ്കിൽ അതെ, ദൈവത്തിൻ്റെ ജനം എവിടെ പ്രാർത്ഥിച്ചോ അവിടെ വിടുതലുകൾ വെളിപ്പെട്ടു. അബ്രഹാം പ്രാർത്ഥിച്ചു, ലോത്ത് വിടുവിക്കപ്പെട്ടു. മോശ പ്രാർത്ഥിച്ചു, മിസ്രയീം സാമ്രാജ്യത്തെ അമ്പേ ദൈവം തകർത്ത് ഗോശെൻ ദേശത്തിൽ ദൈവജനമാകുന്ന 30 ലക്ഷം ജനം അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ട് പുറപ്പാട് പ്രാപിച്ചു. മോശയുടെ പ്രാർത്ഥനയാണ് ആ ജനത്തിന് വിടുതലിന് കാരണം ആയി തീർന്നത്. എസ്തേർ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. രാജ്യത്തിന് നിയമം തന്നെ മാറി. ദാവീദ് ദൈവത്തിന്റെ
ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് സ്തോത്രം, പരാജയം കാണാത്ത രാജാവായി അവൻ മുന്നോട്ട് കടന്നു വന്നു. പുതിയ നിയമസഭ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. പത്രോസ് പുറത്തു വന്നു എന്ന് മാത്രമല്ല, ഹെരോദാവിനെ ഇറങ്ങിയ ദൂതനടിച്ച് അവന്റെ സിംഹാസനം ശൂന്യമായി. അന്ന് അറിയപ്പെട്ടിരുന്നതായ സകല സ്ഥാനങ്ങളിലും ദൈവത്തിന്റെ സുവിശേഷം ചെന്നെത്തുവാൻ സഭയെ ദൈവം ബലപ്പെടുത്തി. പൗലോസ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. മൂന്നാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ട് അക്കാലത്ത് നീറോസ് കൈസനേക്കാൾ പ്രസിദ്ധനായ, സക്സസ് ആയ, എഫക്റ്റീവായ ദൈവത്തിന്റെ ദാസൻ ആയി തീർന്നു. വേദപുസ്തകം സ്തോത്രം ഒരു വാചകമടി പുസ്തകമല്ല. വേദപുസ്തകം ഒരു പ്രസംഗ പുസ്തകമല്ല. വേദപുസ്തകം പ്രാർത്ഥനയുടെ പുസ്തകമത്രേ. വേദപുസ്തകം പ്രാർത്ഥനയുടെ പുസ്തകമായതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ കണ്ണു തുറന്നിരുന്നാലും ഈ സ്ക്രീനിൽ എന്നെ കണ്ടാലും ദയവായി 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 ആരും മയങ്ങിയിരിക്കരുത്, ആരും ഉറങ്ങിയിരിക്കരുത്. ആ സോഫയിൽ ചാരിയിരിക്കുന്ന എല്ലാവരും നേരെ ഇരുന്നേ. പകുതി കിടന്ന് പകുതി എണീറ്റ് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്നിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അലസതയോടെ ഇരിക്കല്ല്, അലസതയോടെ ഇരിക്കല്ല്. വചനത്തിന് മുമ്പിലായിരിക്കുന്നത്. ഒരു പോലീസുകാരൻ്റെ മുമ്പിൽ ചെന്ന് എനിക്ക് എൻ്റെ ഫോൺ നോക്കി എന്തൊക്കെയുണ്ട് എന്നിങ്ങനെ ഫോൺ നോക്കി ഒരു പോലീസുകാരൻ്റെ മുൻപിൽ എനിക്കിരിക്കാൻ കഴിയത്തില്ല. ആരോ ഫോൺ നോക്കുന്നു. ഇത് വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും നേരമല്ല, ഇത് വാറ്റിൻ്റെയും ചാറ്റിൻ്റെയും നേരമല്ല, ഇത് ദൈവവചനത്തിൻ്റെ നേരമത്രേ. ദൈവത്തെ മാനിക്കുന്നവൻ വചനത്തെ മാനിക്കും. ഖമാൻ ഹല്ലേലൂയ. ആത്മം നിറവിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചിരുന്നാട്ടെ. നിങ്ങളുടെ കണ്ണു തുറന്നിരിക്കുമ്പോൾ തന്നെ വലിയ മഴയുടെ മുഴക്കം ഇന്ന് പകൽ ഞാൻ കേൾക്കുകയാണ്. അതുകൊണ്ട് കണ്ണു തുറന്ന് ആത്മനിറവിൽ പ്രാർത്ഥിച്ച് ഇരുന്നാട്ടെ. ഈ യാക്കോബിന് പറവാൻ എസ്തേറിന്റെ പ്രാർത്ഥനയോ മോശയുടെ പ്രാർത്ഥനയോ സെൻഹെരീബിന്റെ സൈന്യത്തെ തകർത്ത ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയോ ഏത് പ്രാർത്ഥന വേണമെങ്കിലും ഈ യാക്കോബ് എന്ന അപ്പോസ്തലന് പറയാമായിരുന്നു. എന്നാൽ ഈ യാക്കോബ് ഏലിയാവിനെയാണ് കൂട്ടുപിടിക്കുന്നത്. ഈ യാക്കോബ് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു. ഈ യാക്കോബ് പ്രാർത്ഥനയുടെ മനുഷ്യനായതുകൊണ്ട് സഭാചരിത്രം നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ യെരൂശലേം ചർച്ചിന്റെ അധ്യക്ഷനായിരുന്നതായ ഈ യാക്കോബിന് ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു. ആ പേരെന്ന് പറയുന്നത് ഒട്ടകക്കാല് ഉള്ളവൻ. ഒട്ടകക്കാലുള്ളവൻ അവനാണ് സ്തോത്രം ഈ യാക്കോബ്. എന്താ ഒട്ടകക്കാലിൻ്റെ പ്രത്യേകത? കൊറോണയൊക്കെ മാറിയിട്ട് അടുത്ത ദിവസത്തിൽ ഏതെങ്കിലും മ്യൂസിയത്ത് ഒട്ടകത്തെ കാണാൻ വേണ്ടി മാത്രം പോയാട്ടെ, അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഒട്ടകം മുട്ടുമടക്കി എണീക്കുന്നു, മുട്ടുമടക്കി കിടക്കുന്നു, മുട്ടുമടക്കി ഇരിക്കുന്നു. എപ്പോഴും ഒട്ടകം മുട്ടുമടക്കി 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 ഇരിക്കുന്നത് കൊണ്ട് ഒട്ടകത്തിന് മുട്ടിങ്ങനെ സ്തോത്രം അതെ ഒരു പ്രത്യേക തഴമ്പിൽ പ്രത്യേക മാർക്കിൽ അതിങ്ങനെ വികസിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. സോ അതാണ് ഒട്ടകത്തിൻ്റെ മുട്ടിൻ്റെ പ്രത്യേകത. ഈ യാക്കോബിനെ കുറിച്ച് അവണ്ണം പറയുന്നു, അവൻ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എപ്പോഴും തൻ്റെ വിശ്വാസികളെക്കാൾ അവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനായിരുന്നു ഈ യാക്കോബ്. അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനായതുകൊണ്ട് അവൻ വേറൊരു പ്രാർത്ഥനയുടെ മനുഷ്യനെ കുറിച്ച് പറയുന്നു. ദൈവകൃപയാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രമതേ, നിന്റെ ഫ്രണ്ട് എങ്ങനെയായിരിക്കുന്നു അതുപോലെയായിരിക്കും നീ. അതെ, പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറവാനേ കഴിയത്തുള്ളൂ. പൊളിറ്റീഷ്യൻസിന്റെ കൂടിയായിരിക്കും നടക്കുന്നത്. ബിസിനസ്സുകാർ തന്ത്രങ്ങൾ മെനഞ്ഞ ബിസിനസ്സുകാരിയായിരിക്കും കൂട്ടുപിടിക്കുന്നത്. കസേരക്കളിക്കാരുടെ കൂടെയായിരിക്കും ഇരിക്കുന്നത്. അതെ, റിവൈവലിസ്റ്റ് ഉണർവുകാരുടെ കൂടിയായിരിക്കും ഉണർവുകാരൻ നടക്കുന്നത്. പ്രവചിക്കുന്നവരുടെ കൂടിയായിരിക്കും നടക്കുന്നത്. സ്തോത്രം. വചനത്തിന്റെ പാണ്ഡിത്യമുള്ളവർ അവർ മിക്കവാറും വചന പാണ്ഡിത്യമുള്ള മറ്റുള്ളവരുടെ മുൻപിലായിരിക്കും ഇരിക്കുന്നത്. ഒരേ തൂവൽ പക്ഷിക്ക് മാത്രമേ ഒരുമിച്ച് പറക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരേ തൂവൽ പക്ഷിക്ക് മാത്രമേ ഒരുമിച്ച് പറക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ പാൻഡമിക് കണ്ടീഷനിൽ ഞാൻ ചോദിക്കട്ടെ, ടെൽ മീ അബൌട്ട് യുവർ ഫ്രണ്ട്, ഐ ക്യാൻ ടെൽ യു ഹൂ യു ആർ. നിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് പറ, നിങ്ങൾ എങ്ങനെയുള്ളവരെന്ന് ഞാൻ തിരിച്ച് പറഞ്ഞു തരാം. സോ അങ്ങനെ ഏലിയാവ് അവൻ പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. യാക്കോബും പ്രാർത്ഥനയുടെ മനുഷ്യനായതുകൊണ്ട് ഏലിയാവിനെ കുറിച്ച് പറയുകയാണ്. ഏലിയാവിന്റെ ശുശ്രൂഷ ടോട്ടലി സ്തോത്രം 7 സംവത്സരമാണ്. 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞു. ഇനി ഒരു 3.5 വർഷം ശുശ്രൂഷ നടക്കുവാൻ പോകുന്നു. 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞു. 3.5 വർഷത്തെ
കാലത്തെ ശുശ്രൂഷ, ഏലിയാവിൻ്റെ ശുശ്രൂഷ ഇനി ഈ ലോകം കാണുവാൻ വേണ്ടി പോകുന്നു എന്ന് വെളിപ്പാട് 11 മുതൽ താഴേക്ക് പറയുകയാണ്. എന്നാൽ ഏലിയാവിൻ്റെ ഫസ്റ്റ് ഹാഫിനേക്കാൾ ഏലിയാവിൻ്റെ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും മഹത്വപൂർണ്ണം. ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ പകുതിയേക്കാൾ ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ രണ്ടാം പകുതിയാണ് ഏറ്റവും സ്തോത്രം മഹത്തരം. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയട്ടെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ആദ്യ പകുതി കഴിഞ്ഞുപോയി, നിങ്ങളുടെ രണ്ടാം പകുതി ഇതാ വന്നുകൊണ്ട് ഇരിക്കുന്നു. നിങ്ങളുടെ രണ്ടാം പകുതി നിങ്ങളുടെ ആദ്യ പകുതിയേക്കാൾ ഒത്തിരി ശക്തിയുള്ളതായിരിക്കും, ഒത്തിരി മഹത്തരമായിരിക്കും. നിങ്ങളുടെ രണ്ടാം പകുതി ഒത്തിരി തേജസ് ഉള്ളത് ആയിരിക്കും. ഏലിയാവ്, എന്താ ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത? 1 രാജാക്കന്മാരുടെ പുസ്തകം 17, 18, 19, 2 രാജാക്കന്മാർ 2-ാം അധ്യായം ഒക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ കാലയളവിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതൊരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. ഏലിയാവ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതായ സമയമെന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കരത്വവും ഭീകരത്വവും നിറയപ്പെട്ടതായ ഒരു സമയമായിരുന്നു. കാരണം 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് ഒരു ഇടിനാദം പോലെ, ഒരു കൊള്ളിയാൻ പോലെ അതേ ഏലിയാവ് ഇതാ ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് കടന്നു വരുന്നത്. ദ ബ്ലാസ്റ്റ് ഇൻ ദ ബ്ലൂ എന്ന് പറയത്തക്ക ക്രമത്തിൽ നീലാകാശത്തിൽ സ്തോത്രം ഒരു ഇടിനാദം പോലെ. നീലാകാശത്തിൽ ഇടിനാദം ഉണ്ടാകാറില്ലല്ലോ, കാരണം കാർമേഘമില്ലല്ലോ. നീലാകാശത്തിൽ ഇടിനാദം എന്ന പോലെ ഒരിക്കലും ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ ഇല്ല, ഒരിക്കലും ഒരു ദൈവദാസൻ എഴുന്നേൽക്കത്തില്ല, ഒരിക്കലും ദൈവജനത്തിനും നടുവിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം. അവിടെ ഇതാ ശമര്യ എന്ന രാജ്യത്തിന് വേണ്ടി ദൈവം സ്പെഷ്യലി ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. സ്തോത്രം. ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് ശമര്യയിലേക്ക് സ്തോത്രം ഇതാ ഏലിയാവിനെ ദൈവം കൊണ്ടുവരുന്നു. അന്ന് ശമര്യയുടെ കഷ്ടം മഹാകഷ്ടം അത്രേ. കാര്യം എന്താണ്? സ്തോത്രം, അവിടെ ഒരു രാജാവുണ്ട്, അവന്റെ പേര് ആഹാബ് എന്നാണ്. ആഹാബ് എന്ന രാജാവ് അവനിതാ സകല പ്രമാണങ്ങളെയും കാറ്റിൽ പറത്തി പ്രമാണത്തിലില്ലാത്ത ഒരു വിവാഹം അവൻ ചെയ്തിരിക്കുന്നു. 1 രാജാക്കന്മാർ 16-ന്റെ 31 നിങ്ങൾ വായിക്കുമ്പോൾ പ്രമാണമില്ലാത്ത വിവാഹം, വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സകല കുഞ്ഞുങ്ങളും ഇന്ന് പകൽക്കാലം കേട്ടാട്ടെ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ കേട്ടാട്ടെ, ട്രാക്കിൽ നിൽക്കുന്ന ട്രെയിൻ മാത്രമേ ഓടത്തുള്ളൂ. ഓട്ടോറിക്ഷയ്ക്ക് എവിടെ നിന്നും തിരിയാം, എന്നാൽ ട്രെയിൻ നിശ്ചയമായി ട്രാക്കിൽ നിന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, അതേ ദൈവവചനത്തിന്റെ ട്രാക്കിൽ നിൽപ്പാൻ കൃപയിൽ ശരണപ്പെട്ടാട്ടെ. വേദപുസ്തകം പറയുന്നു അവിടുത്തെ രാജാവ് പ്രമാണത്തിൽ ഇല്ലാത്തതായ ഒരു പ്രത്യേക വിവാഹത്തിൽ ചെന്നുപെടുകയുണ്ടായി. ശിദോന്യ രാജാവ് എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയുണ്ട് കേട്ടോ. ശിദോന്യ രാജാവ് എന്ന് പറയുന്ന ഒരു മന്ത്രവാദി, അവന്റെ പേര് എത്ബാൽ എന്നാണ്. പ്രധാനമായി ബാൽ ദൈവത്തെ സേവിച്ച് നിൽക്കുന്നതായ ഒരു മന്ത്രവാദിയായ സ്തോത്രം എത്ബാൽ. ആ മന്ത്രവാദിയാകുന്ന വിശ്വാസമില്ലാത്ത യാവേ യഹോവയാം ദൈവവുമായി യാതൊരു കണക്ഷൻ ഇല്ലാത്ത, ദൈവത്തിന്റെ ന്യായപ്രമാണമില്ലാത്ത, വിശ്വാസമില്ലാത്ത കുടുംബത്തിൽ ചെന്ന് ദൈവജനത്തെ ഭരിക്കുന്നതായ ഈ രാജാവിത സ്തോത്രം വിവാഹം ചെയ്തിരിക്കുന്നു. പ്രമാണമില്ലാത്ത കുടുംബവുമായിട്ടുള്ള ഒരു സംബന്ധം, വിശ്വാസമില്ലാത്ത കുടുംബവുമായിട്ടുള്ളതായ ഒരു സംബന്ധം. അതേ വിശ്വാസമില്ലാത്ത കുടുംബത്തിൽ സംബന്ധം കൂടുന്നെങ്കിൽ ഞാൻ പറയട്ടെ, യു ആർ ഗോയിങ് ടു സ്റ്റേയിങ് വിത്ത് എ ടെററിസ്റ്റ്. നീ ഒരു തീവ്രവാദിയുമായിട്ടാണ് കൂട്ടുകൂടിയിരിക്കുന്നത്. കാരണം തിരുവചനം പറയുന്നു വെളിച്ചത്തിനും ഇരുട്ടിനും തമ്മിൽ ഒരുമിച്ച് പാർക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം, അതെ ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ ഒരു കൂട്ടായ്മയില്ല, വിഗ്രഹത്തിനും ദേവാലയത്തിനും തമ്മിൽ ഒരു കൂട്ടായ്മയില്ല. അങ്ങനെയെങ്കിൽ അവിശ്വാസിക്കും വിശ്വാസിക്കും തമ്മിൽ ഒരുമിച്ച് സ്തോത്രം പാർക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷ പറയുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വിശ്വാസിയെ മാത്രമേ നിനക്ക് വിവാഹം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ഒരുപക്ഷേ സ്തോത്രം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, മക്കളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഒരു വിശ്വാസ കുടുംബത്തിൽ മാത്രമേ, വിശ്വാസിക്ക് മാത്രമേ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് കൊടുക്കുവാനും കഴിയത്തുള്ളൂ, അവിടെ നിന്ന് എടുക്കുവാനും കഴിയത്തുള്ളൂ. കൊടുത്താലും ശരി, എടുത്താലും ശരി, കൊടുത്താലും ശരി, എടുത്താലും ശരി, യേശുവുള്ള വചനമുള്ള പരിശുദ്ധാത്മാവ് ചലിക്കുന്ന ഭവനത്തിൽ മാത്രമേ
നിങ്ങൾക്ക് ചെന്ന് കയറുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഒരു സ്റ്റെപ്പ് ആഴങ്ങളിലേക്ക് ഇറങ്ങി കൃത്യമായി ഞാൻ പറയട്ടെ, ഒരു പ്രത്യേക വിളി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അന്ത്യകാല ഉണർവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു പ്രത്യേക നിയോഗവും വിളിയുമൊക്കെ ഉള്ള ഒരു സഹോദരനാണെങ്കിൽ, സഹോദരിയാണെങ്കിൽ, ഒരു കാരണവശാലും വിശ്വാസിയെ കെട്ടല്ലേ, ഒരു കാരണവശാലും വിശ്വാസിയെ കെട്ടല്ലേ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ശുശ്രൂഷയുടെ വിളിയുണ്ടെങ്കിൽ വിശ്വാസിയെ കെട്ടല്ലേ. ആരും എന്നെ തുറച്ചു നോക്കി. നിങ്ങൾ യഥാർത്ഥ ഒരു അഭിഷേകമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വാസിയെ കെട്ടല്ലേ. പിന്നെ ആരാ കെട്ടേണ്ടത്? അവിശ്വാസിയാണോ? ഓ അല്ല, അല്ലേ അല്ല. പിന്നെ ആരാ കെട്ടേണ്ടത്? സ്തോത്രം. നിങ്ങളെപ്പോലെ വിളിയും, നിങ്ങളെപ്പോലെ തിരഞ്ഞെടുപ്പും, നിങ്ങളെപ്പോലെ ദർശനമുള്ള ഒരു വ്യക്തിയെ മാത്രമേ നിങ്ങൾക്ക് വിവാഹം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കൊരു അഭിഷേകമുണ്ടെങ്കിൽ, അതേപോലെ അഭിഷേകമുള്ള, അതേപോലെ ദർശനമുള്ള, അതേപോലെ സുവിശേഷ വേലയ്ക്ക് മിഷന് വേണ്ടി വിളിയുള്ള വ്യക്തിയെ മാത്രമേ നിങ്ങൾക്ക് വിവാഹം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ആഹാബേ പോയടാ പോയി, ജീവിതം കുത്തുപാളയെടുത്തു, പോയടാ പോയി. ദൈവമില്ലാത്ത ഒരു ഇസബേലിനെ, ഒരു മന്ത്രവാദിയുടെ മകളെ അവനിത് വിവാഹം ചെയ്തു. ആ രാജ്യത്തിൻ്റെ തല എന്ന് പറയുന്നത് രാജാവാണല്ലോ. തല എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കും ശരീരം ഇരിക്കുന്നത്. ഒരു സഭ, ഒരു പാസ്റ്റർ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ആ സഭ ഇരിക്കുന്നത്. ബഥേലുകാർ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ബഥേലുകാർ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടത് തലയിൽ നരയുള്ളത് കൊണ്ടല്ല, തലയിൽ എണ്ണയുള്ളത് കൊണ്ട്. അതേ, തലയിൽ എണ്ണ, തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് എണ്ണ ഒഴുകുന്ന ബഥേലിനായി നന്ദിയോടെ സ്തോത്രം. അർത്ഥം, പാസ്റ്റർക്ക് ദൈവകൃപയുണ്ടെങ്കിൽ സഭയ്ക്കും ദൈവകൃപയുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ സഭയും പ്രാർത്ഥിക്കുന്നവനായിരിക്കും. പാസ്റ്റർ വിശുദ്ധിയിൽ നിൽക്കുന്നവനെങ്കിൽ സഭയും വിശുദ്ധിയിൽ നിൽക്കും. പാസ്റ്റർ സ്തുതിക്കുന്നവനെങ്കിൽ സഭയും സ്തുതിക്കുന്നവനായിരിക്കും. പാസ്റ്റർക്ക് വചനമുണ്ടെങ്കിൽ ജനത്തിനും വചനമുണ്ടായിരിക്കും. എഴുതിയിട്ട് കാണാതെ പഠിക്ക്. ഒരു സഭയ്ക്ക് പാസ്റ്ററോളം മാത്രമേ വളരുവാൻ കഴിയത്തുള്ളൂ. ഒരു സഭയ്ക്ക് പാസ്റ്ററോളം മാത്രമേ വളരുവാൻ കഴിയത്തുള്ളൂ. ഇത് നമുക്ക് മലയാളിക്ക് അറിയത്തില്ലെങ്കിലും അതേ ദേശാധിപതി അറിയാം. ഒരു സഭയ്ക്ക് പാസ്റ്ററോളം മാത്രമേ വളരുവാൻ കഴിയത്തുള്ളൂ. ഇത് ദേശാധിപതിക്ക് അറിയാം. അതുകൊണ്ടാണ് ദേശാധിപതി പലപ്പോഴും ഇടയനെ വെട്ടുന്നത്. ഓ സ്തോത്രം. കൃപ നഷ്ടപ്പെട്ട ഏവരെയോ കൊണ്ട് ഇടയന്മാരെ വെട്ടുന്നത്. കാരണം ഇടയനെ വെട്ടിയാൽ ആടുകൾ ചിതറപ്പെടും. അതുകൊണ്ട് ദൈവകൃപയാൽ ആയിരിക്കുന്ന സകല ഇടയന്മാരെ ഈ പാൻഡമിക് കണ്ടീഷനിൽ അത്ഭുതകരമായി കർത്താവ് സംരക്ഷിക്കുമാറാകട്ടെ. വേദപുസ്തകം പറയുന്നു, ഒരു വിവാഹത്തിൽ വന്ന തെറ്റായിരുന്നു ശമരിയുടെ അന്നത്തെ അവസ്ഥ. ഇസബേൽ വന്നു കയറി. ഇസബേൽ വെറുതെയല്ല വന്നത്. ചില പെൺകുട്ടികൾ വരുമ്പോ ചില പാസ്റ്റർമാർ പോലും ചോദിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്, എന്തോ കിട്ടി, അവളെ എന്തോ കൊണ്ടുവന്നു, അവൾ എന്തോ കൊണ്ടുവന്നു, എന്തോ സ്ത്രീധനം കിട്ടി എന്നാണ് ചോദിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, ഇത് എടുക്കുന്ന പുസ്തകമല്ല, ഇത് കൊടുക്കുന്ന പുസ്തകമാണ്. ഒരിക്കൽ കൂടെ, ഇത് എടുക്കുന്ന പുസ്തകമല്ല, ഇത് കൊടുക്കുന്ന പുസ്തകം. അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസഹാക്കിന് വേണ്ടി സ്തോത്രം, അതെ, റബേക്കെ എടുക്കുമ്പോൾ കൊടുത്തിട്ടാണ് എടുത്തത്. അല്ലാതെ എന്നെ ഒരു മകനുണ്ട്, അവൻ അമേരിക്കയുടെ പ്രദേശത്ത് നിന്നും അവൻ ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് നിന്നും കുറേ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ പേര് ശുദ്ധ ദ്രവ്യാഗ്രഹം. ഈ കൊറോണ കാലത്ത് മാനസാന്തരപ്പെട്ടാട്. സ്തോത്രം. ഇവിടെ ഇതാ ഇസബേല് ഈ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കയറി വന്നപ്പോൾ എത്ര പൈസ കൊണ്ടുവന്നു, എത്ര പൊന്നാണയം കൊണ്ടുവന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ഭൂതത്തെ കൂടിയാണ് അവൾ കൊണ്ടുവന്നത്. സ്തോത്രം. ചിലത് ജീവിതത്തിൽ കയറി വരുന്നതേ കെട്ടാണല്ലോ. അവൾ കൊണ്ടുവന്നത് ഒരു ഭൂതത്തെ കൂടിയാണ് കൊണ്ടുവന്നത്. ആ ഭൂതത്തിൻ്റെ പേരാണ്, ആ അന്ധകാരത്തിൻ്റെ പേരാണ് സ്തോത്രം ബാൽ. ബാൽ സീദോന്റെ ദൈവമാണ്. സ്തോത്രം, അന്യദേശമായ അവിടുത്തെ സ്തോത്രം ദൈവമാണ് ബാല്. അവിടുത്തെ സ്തോത്രം പ്രധാനപ്പെട്ട ദൈവമാണ് ബാല്. എവിടെ? എത്തുബാലിൻ്റെ സ്തോത്രം. അവൻ്റെ പേര് തന്നെ ബാലിൻ്റെ ഒരു വാലുണ്ടല്ലോ. ആ സീദോന്യ ദേശത്തിലെ പ്രധാന ദേശാധിപതിയായ ബാലിൻ്റെ സ്തോത്രം പ്രധാന ക്ഷേത്രം ഈ സീദോനിലാണ്. ഒരിക്കൽ കൂടെ, ബാലിൻ്റെ പ്രധാന ക്ഷേത്രം സീദോനിലാണ്. മറക്കല്ല, വീണ്ടും നമ്മൾ കേൾക്കാം. ബാലിൻ്റെ പ്രധാന ക്ഷേത്രം സ്തോത്രം സീദോനിലാണ്. എന്നാൽ ഈ ഇസബേൽ കയറി വന്നപ്പോൾ ബാലിനെ കൂടെ കൊണ്ടുവന്നു. അതാണ് സ്തോത്രം. അതെ, ഈ ആഹാബിന് സ്ത്രീധനമായി ഒരു പക്ഷേ കിട്ടിയത് ഇന്ത്യൻ കൾച്ചർ വെച്ച് നോക്കിയാൽ അവൻ പറയും എന്തോ കിട്ടി, എനിക്ക് ഭാര്യ മാത്രമല്ല കിട്ടിയത്, എനിക്ക് സ്തോത്രം, അതെ, എനിക്ക് ബാലിനെ കൂടെ കിട്ടുകയുണ്ടായി. ബാലിന് ഒരു പ്രത്യേകതയുണ്ട്. അക്കാലത്ത് ജനം വിശ്വസിച്ചിരുന്നത് ബാല് മഴ പെയ്യിപ്പിക്കുന്ന ദൈവമാണ്.
മഴ പെയ്യിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതേ, ബാലുണ്ടെങ്കിൽ ദേശം മുഴുവൻ ഭയങ്കര പച്ചയാണ്. വളരാത്തത് എല്ലാം വളരും, തഴയ്ക്കാത്ത എല്ലാം തഴയ്ക്കും, ഭയങ്കര കൊയ്ത്തായിരിക്കും, കളപ്പുരയെല്ലാം നിറയും. ഓ സ്തോത്രം. അന്നത്തെ ഏറ്റവും വലിയ അതേ പ്രതീക്ഷ മഴയാണല്ലോ. അതുകൊണ്ട് ജനം പറഞ്ഞു, ഇനി ബാലുണ്ടെങ്കിൽ ഭയങ്കര മഴയായിരിക്കും. ആഹാബിന് പുതിയ ഭാര്യയെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. പുതിയ ഭാര്യയുണ്ട്, പുതിയ ദൈവമുണ്ട്, ഭയങ്കര മഴയായിരിക്കും. പുതിയ ഭാര്യ, പുതിയ ദൈവം, അതുകൊണ്ട് സ്തോത്രം ഭയങ്കര മഴയായിരിക്കുക. സ്തോത്രം. മാത്രമല്ല, ഈ ഇസബേൽ വന്നു കയറിയതോടെ ആ രാജ്യത്തിന്റെ താളം തെറ്റി. അശ്വേര പ്രവാചകന്മാര്, ബാലിന്റെ പ്രവാചകന്മാരെ സർക്കാർ ചെലവിൽ ഈ കള്ളപ്രവാചകന്മാരെ തീറ്റിപ്പോറ്റുകയാണ്. സ്തോത്രം. ദുർഭൂതങ്ങളുടെ വക്താക്കളെ ഗവൺമെന്റ് ചെലവിൽ ആഹാബ് രാജാവ് തീറ്റിപ്പോറ്റുകയാണ്. എവിടെ നോക്കിയാലും അന്യാരാധന. എല്ലാ മരത്തിന്റെ കീഴില്, എല്ലാ തെരുക്കളില്, എല്ലാ തെരുവിന്റെ കോണുകളില്, ദേശത്ത് എവിടെ നോക്കിയാലും അന്യാരാധന. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഏപ്രിൽ മാസം 30-ാം തീയതി നല്ല വെള്ളിയാഴ്ച ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽ നാം ആയിരിക്കുന്ന അന്തരീക്ഷം പോലെ, ഇന്ന് പകൽ നമ്മൾ കടന്നു പോകുന്ന അന്തരീക്ഷം പോലെ എവിടെ നോക്കിയാലും ഇരുട്ടാണ്. എവിടെ നോക്കിയാലും ശത്രുവിന്റെ സ്തോത്ര പ്രകടമായ പ്രവൃത്തിയാണ്. എവിടെ നോക്കിയാലും അന്ധകാരത്തിന്റെ വക്താക്കൾ ഇതാ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിന് സർക്കാർ പോലും പലയിടങ്ങളിലും കൂട്ടുനിൽക്കുന്നു. ഇവിടെ ഒരു പ്രവൃത്തി നടക്കത്തില്ല. ബാലിന്റെ ശക്തികൾ പോലെ ദുർഭൂതങ്ങൾ തരക്കുകയാണ്. ദുർഭൂത ശക്തികൾ നൃത്തമാടുന്നതായ സമൂഹം. ഇവിടെ ഒരു ദൈവപ്രവൃത്തിയില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരുട്ട് വ്യാപരിക്കുകയാണ്. ഇരുട്ടല്ല, കൂരിരുട്ട് സമൂഹത്തിൻ്റെതാ വ്യാപിച്ചിട്ടിരിക്കുന്നു. ഇവിടെ ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ രണ്ട് ചെവിയുടെ ഇടയിലുള്ളതായ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ ഇവിടെ ഒരു ചർച്ച് ഗ്രോത്ത് ഇല്ല. ഇവിടെ ഒരു വിടുതൽ നടക്കത്തില്ല. ആത്മാക്കൾ വിടുവിക്കപ്പെടത്തില്ല. ഇവിടെ സ്നാനം നടക്കത്തില്ല. ഇനി ഒരു കൺവെൻഷൻ ഇല്ല. ഇനി ഒരു ക്രൂസൈഡ് ഇല്ല. എല്ലാം തീർന്നുപോയി. ബാലിന്റെ ശക്തികൾ, ഇസബേലിന്റെ ശക്തികൾ ഇതാ തഴച്ചിരിക്കുന്നു. ആഹാബ് വാഴുകയാണ്. വാഴുന്ന ആഹാബ് നിമിത്തം, ഇസബേലിയ ശക്തി നിമിത്തം, സ്തോത്രം ബാലിന്റെ ഇൻഫ്ലുവൻസ് നിമിത്തം ഇനി ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് 16-ാം അധ്യായം വായിച്ച് നിങ്ങൾ പറയുന്നുവെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ വന്നത് അതെ പ്രസംഗിക്കാനല്ല. ഇന്ന് പകൽ ഞാൻ വന്നത് പ്രവചിപ്പാനാണ്. പകരം യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എവിടെയാണോ സംഭവിക്കത്തില്ല, കാണത്തില്ല, നടക്കത്തില്ല, ഇനി ഉണ്ടാകത്തില്ല എന്ന് ബാംഗ്ലൂരിൽ നോക്കി പിശാച് പറയുന്നത്, മനുഷ്യൻ പറയുന്നത്, ഇന്ത്യയെ നോക്കി പറയുന്നത്, ലോകരാജ്യങ്ങളെ നോക്കി പറയുന്നത്, ഒരു 16-ാം അധ്യായമുണ്ടെങ്കിൽ ഗെറ്റ് റെഡി. ഒരു 16-ാം അധ്യായമുണ്ടെങ്കിൽ അടുത്തൊരു 17-ാം അധ്യായവും ഉണ്ട്. ഒരു 16-ാം അധ്യായമുണ്ടെങ്കിൽ ഒരു 17-ാം അധ്യായമുണ്ട്. ഓ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ ആഹാബ്, അവനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കൗശലത്തിൽ കൺട്രോൾ ചെയ്യുന്നതായ ഇസബേല്, ഓ അവളുടെ പിൻപിൽ നിൽക്കുന്നതായ ബാലിന്റെ ശക്തി, അശ്വേര പ്രവാചകന്മാര്, ബാലിന്റെ പ്രവാചകന്മാര്, യൗമാര് പറയുന്നതനുസരിച്ച് മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. അശ്വേര പ്രവാചകന്മാര്, ബാലിന്റെ പ്രവാചകന്മാര്, ഈ ദുർമന്ത്രവാദികൾ പറയുന്നതനുസരിച്ചാണ് മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. മനുഷ്യനല്ല ഭരിക്കുന്നത്, ദുർഭൂതത്തിന്റെ ബുദ്ധിയാണ് ഭരിക്കുന്നത്. എന്നാൽ ശത്രുവേ, നിന്റെ തല ക്രൂശിന്മേൽ തകർന്നതാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. ബാലിന്റെ പ്രവാചകന്മാർ, അശ്വേര പ്രവാചകന്മാർ, ആഹാബ്, ഇസബേൽ, ഒന്നും നടക്കത്തില്ല. ഇനി ഭയങ്കര മഴയായിരിക്കും കേട്ടോ. അയ്യോ സ്തോത്രം. ഇനി ഭയങ്കര മഴയായിരിക്കും. ഓ ഇനി ഒത്തിരി സ്തോത്രം അതി പച്ചിപ്പായിരിക്കും. ഓ എന്തുവാ അയ്യോ വെബ് സ്ട്രീമാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാമെന്ന് പറയുന്നില്ല. സ്തോത്രം. നേരിട്ട് കാണുമ്പോൾ പറയാം. അതെ, തിരുവചനം പറയുന്നു, സ്തോത്രമായ ഇനി ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോൾ, ഇരുട്ടിന്മേൽ ഇരുട്ട് വ്യാപരിക്കുമ്പോൾ, ഒരു ബ്രേക്ക് ത്രൂ ഇല്ലാതിരിക്കുന്ന ആ സമയത്ത് 17-ാം അധ്യായം ഇത് ആരംഭിക്കുകയാണ്. 16-ാം അധ്യായത്തിൽ പ്രശ്നം പരിശുദ്ധാത്മാ പറഞ്ഞിട്ട് 17-ാം അധ്യായം ഫസ്റ്റ് ലൈൻ മതി അന്തരീക്ഷം മാറ്റാൻ, ആ രാജ്യത്തിൻ്റെ അവസ്ഥ മാറ്റാൻ. 17-ാം അധ്യായം 1-ാമത്തെ ലൈൻ മതി. ആ മുഴുവൻ വാക്യവും വേണ്ട, 1-ാമത്തെ ലൈൻ മതി. സ്തോത്രം. ഒരു വശത്ത് ആഹാബുണ്ട്, ഒരു വശത്ത് ഇസബേലുണ്ട്, ഒരു വശത്ത് സ്തോത്രം അതെ ബാലുണ്ട്, അശ്വേര പ്രവാചകന്മാരുണ്ട്, ബാലിൻ്റെ പ്രവാചകന്മാരുണ്ട്. എന്നാൽ 17-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ്, ഇതെല്ലാം മറുവശത്ത് കിടക്കുമ്പോൾ അതിനെ മുഴുവൻ ക്യാൻസൽ ചെയ്യുന്ന, അതിനെ മുഴുവൻ
ഇടിച്ചു നിരപ്പാക്കുന്ന സ്തോത്രം തിശ്ബിനായ ഏലിയാവ്. ഇതെല്ലാം ഒരു വശത്ത് കിടക്കുമ്പോൾ ഒറ്റ സെന്റൻസ് കൊണ്ട് അതിനെയെല്ലാം ബുൾഡോസർ പോലെ ക്യാൻസൽ ചെയ്യുന്ന തിശ്ബിനായ ഏലിയാവ്. ഇന്ന് പകൽക്കാലം ഞാൻ സംസാരിക്കുന്നത് 2021 ഏലിയാവുമാരോടാണ്. ഒരിക്കൽ കൂടെ ഞാൻ സംസാരിക്കുന്നത് 2021 ഏലിയാവുമാരോടാണ്. അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഒരു ഏലിയാവിൻ്റെ അഭിഷേകം. പെട്ടെന്ന് പറഞ്ഞേ, എന്തോ അഭിഷേകം? ഏലിയാവിൻ്റെ അഭിഷേകം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ദൈവം പകരുന്നത്. രണ്ടാമത്തെ പാട്ട്, അതെ, 3 പ്രാവശ്യം, അവസാനത്തെ 4 സ്റ്റാൻസ 5 സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് പാടുമ്പോൾ 6ാമതായി വൈബ്രേറ്റ് ചെയ്യുന്ന പരിപാടിയല്ല, കാലഘട്ടത്തിന്റെ അഭിഷേകം, ഏലിയാവിന്റെ അഭിഷേകം. ഗെറ്റ് റെഡി. ദേശത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന, രാജ്യത്തിന്റെ അന്തരീക്ഷം മാറ്റുന്ന അതേ ഏലിയാവിന്റെ അഭിഷേകം. ഇപ്പോഴും ഏലിയാവിന്റെ അഭിഷേകം. വേദപുസ്തകം പറയുന്നു, അപ്പുറത്ത് ഞാൻ വീണ്ടും പറയും, ആഹാബുണ്ട്, ഇസബേലുണ്ട്, ബാലിന്റെ പ്രവാചകന്മാരുണ്ട്, അശേര പ്രവാചകന്മാരുണ്ട്, ബാലുണ്ട്. പക്ഷെ ഇപ്പുറത്ത് നമ്മോട് കൂടെ ഉള്ളവൻ, അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനത്രേ. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനത്രേ. ഇൻ ജീസസ് നെയിം. നീയാണ് 2021 ഏലിയാവ്. മറന്നു പോകരുത്. സ്തോത്രം. ഇപ്പുറത്ത് ഏലിയാവ് പോയി, സ്തോത്രം, ആഹാബിന്റെ മുൻപിൽ ഒരു നിയോഗപ്രകാരം നൽകിയാണ്. സഹോദരങ്ങളെ, ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള ഏലിയാവ് ആഹാബിനോട്, ഞാൻ ബൈബിൾ ഡിക്ഷണറികളിൽ നോക്കി, സ്തോത്രം, ഈ തിശ്ബിയ എന്ന് പറയുന്നത് എവിടെയാണ്? അൺനോൺ പ്ലേസ് എന്നാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും പറയുന്നത്. അറിവില്ലാത്ത സ്ഥലം. ഏത് സ്ഥലമെന്ന് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം, അൺനോൺ പ്ലേസ്, അതാണ് തിശ്ബിയ. സ്തോത്രം, യാതൊരു പ്രസിദ്ധിയല്ലാത്ത സ്ഥലം, അപ്രതീക്ഷിതമായ സ്ഥലം. സ്തോത്രം, അഡ്രസ് ഇല്ലാത്ത ഒരുവൻ. അതെ, തിശ്ബിയ എന്ന് പറയുന്നത് എവിടെയെന്ന് അറിയത്തില്ല. ഏലിയാവ് അഡ്രസ് ഇല്ലാത്ത ഒരു മനുഷ്യൻ. അന്ത്യകാലത്തിന്റെ ഉണർവ് അതാണ്. അഡ്രസ് ഇല്ലാത്തവന് അഡ്രസ് കൊടുക്കുന്ന ഉണർവ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണത്തില്ല. എൻ്റെ അപ്പൻ പാസ്റ്ററാണ്, എൻ്റെ വലിയപ്പച്ചൻ പ്രീച്ചറാണ്. നോ 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 നോ. നിങ്ങൾക്ക് ഒരു പാരമ്പര്യവും പറവാൻ കാണത്തില്ല. നിങ്ങൾ ശൂന്യമായിരിക്കാം, ഒഴിഞ്ഞവരായിരിക്കാം. പക്ഷേ തിശ്ബിയ പോലെ യാതൊരു അഡ്രസ് ഇല്ലാത്ത സ്ഥാനത്ത് അഭിഷേകം നിന്റെ ഐഡന്റിറ്റി ആയിരിക്കും. അഭിഷേകം നിന്റെ ഐഡന്റിറ്റി ആയിരിക്കും. എങ്ങാണ്ട് കിടന്ന ഒരുവൻ, സ്തോത്രം, അവൻ കയറി വരികയാണ്. ഈ കൊറോണ കാലത്ത് സ്തോത്രം, അതായി മറഞ്ഞിരുന്ന് അഡ്രസ് ഇല്ലാത്തവരെ കർത്താവ് ഒരുക്കിക്കൊണ്ട് ഇരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന, വീട്ടിലിരുന്ന് സ്തോത്രം ബൈബിൾ വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ മൂർച്ച വരുത്തുന്ന, കുറുപ്രാവ് കുറുകുന്ന, അതേപോലെ കാണാത്ത മണ്ഡലത്തിലിരുന്ന് ഒരു കൂട്ടം സൈന്യം ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയാം, കാണാത്ത മണ്ഡലത്തിൽ ഒരു കൂട്ടം ഉണർവിൻ്റെ സൈന്യത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ശബ്ദമുയർത്തി ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട്. സ്തോത്രം. കാണാത്ത മണ്ഡലത്തിൽ ഒരു കൂട്ടം സൈന്യത്തെ ദൈവം ഇതാ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവർ 24 മണിക്കൂറും വാട്സപ്പിൽ ഓൺലൈൻ ആയിരിക്കത്തില്ല. അതേ 24 മണിക്കൂർ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കത്തില്ല. പകരം ദൈവത്തിന്റെ സന്നിധിയിൽ അവർ അന്തപുരത്ത് മഹാറാണി എസ്തർ 6 മാസം കാണാത്ത മണ്ഡലത്തിൽ അന്തപുരത്ത് ഒരുങ്ങിയതുപോലെ രഹസ്യത്തിൽ ഒരുങ്ങുകയാണ്. രഹസ്യത്തിൽ ദൈവം അവരെ ഒരുക്കുകയാണ്. ബഥേൽ, രഹസ്യത്തിൽ ദൈവം നിന്നെ ഒരുക്കുകയാണ്. എന്തിനു വേണ്ടി? പരസ്യത്തിൽ പരസ്യഘോരമാകാതെ പരസ്യമായ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി രഹസ്യത്തിൽ ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതുവരെ സഭ കടന്നു പോയിട്ടില്ലാത്ത ക്രമത്തിൽ സഭയെ മുന്നിലേക്ക് നയിക്കുവാൻ, ജനത്തെ വിടുതലേക്ക് നയിക്കുവാൻ, എല്ലാ സമൂഹത്തിലും രാജ്യങ്ങളിലും തല ഉയർത്തി നിൽപ്പാൻ സെറ്റ് ഓഫ് റെവലേഷൻ തന്ന് ദൈവം നിന്നെ രഹസ്യത്തിൽ ഇതാ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അഡ്രസ് ഇല്ലാത്ത, സ്തോത്രം, ഏലിയാവ് കൊട്ടാരത്തിൽ കയറിപ്പോയി രാജാവിനോട് സംസാരിക്കുകയാണ്. അവൻ്റെ ഡയറക്റ്റ്, സ്തോത്രം, അതെ, ഒരു ആക്സസ് രാജാവിനോട് ഉണ്ടാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ചിലർ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ. കർണാടക മുഖ്യമന്ത്രിയോട് ഡയറക്റ്റ് എങ്ങനെ ഈ സംസ്ഥാനത്തെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയുമെന്ന് പ്രവചിക്കുന്ന ഏരിയാക്കൾ എഴുന്നേൽക്കട്ടെ. ഇന്ത്യ പ്രധാനമന്ത്രിയോട് നിങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല, പക്ഷേ സഭയ്ക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് പറവാൻ, സഭയ്ക്ക് പറവാൻ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഒരു
പരിഹാര മാർഗം ഞങ്ങൾക്ക് നിർദ്ദേശിപ്പാനുണ്ടെന്ന് ദൈവാത്മാവുള്ള ഏലിയാവുമാർ ദൈവകൃപയാൽ എഴുന്നേൽക്കട്ടെ. ലോകത്തിന് പ്രശ്നമുണ്ട്, മന്ത്രിസഭകൾക്ക് കൺഫ്യൂഷനുണ്ട്, പക്ഷെ വെളിപ്പാടുള്ളവന് പരിഹാരമുണ്ട്. ഓ, ലോകത്തിന് കൺഫ്യൂഷനുണ്ട്, സ്തോത്രം, ലോകത്തിന് പ്രശ്നമുണ്ട്, മന്ത്രിസഭയ്ക്ക് കൺഫ്യൂഷനുണ്ട്. അത് വ്ളാഡിമിർ പുടിൻ ആകട്ടെ, അത് ജോ ബൈഡൻ ആകട്ടെ, സ്തോത്രം, ലോക രാജ്യങ്ങൾ ഇന്നാളുകൾ കൺഫ്യൂഷനാണ്. പക്ഷേ വെളിപ്പാടുള്ളവർ എഴുന്നേൽക്കട്ടെ. നിന്റെ ദൈവം പരിഹാരത്തിന്റെ ദൈവമാണ്. നിന്റെ ദൈവം പരിഹാരത്തിന്റെ ദൈവമാണ്. പുറപ്പാട് 15:26 ഓ, തമിഴ് ബൈബിൾ ഇങ്ങനെ പറയുന്നു, തമിഴ് ബൈബിൾ പറയുന്നു, നാനേ ഉൻ പരിഹാരിയായ കർത്തർ. ഓ, ഞാൻ നിന്റെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ സ്തോത്രം തമിഴ് പറയുന്നത് ഞാൻ നിന്റെ പരിഹാരിയായ കർത്തർ. ദാറ്റ് മീൻസ് ഞാൻ നിന്റെ വിഷയങ്ങളെ പരിഹരിക്കുന്നവനാണ്. ദൈവം പരിഹരിക്കുന്നവനാണ്. പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവം സ്വപ്നങ്ങളിൽ, ദർശനങ്ങളിൽ, ആലോചനകളിലൂടെ ഈ ദിവസങ്ങൾ പരിഹാരങ്ങൾ ഏലിയാവുമാർക്ക് നൽകട്ടെ, പരിഹാരങ്ങൾ നൽകട്ടെ. തിരുവചനം പറയുന്നു, കൊട്ടാരത്തിൽ ആഹാബ് രാജാവിന് മുൻപിൽ കടന്നുപോയി. സ്തോത്രം, 1 മണിവരെ ഏലിയാവ് പ്രസംഗിക്കുകയല്ല ചെയ്തത്. സ്തോത്രം, ഏലിയാവ് കടന്നുപോയി ഒരൊറ്റ ദൂത് പറയുകയാണ്, ഒരൊറ്റ സെന്റൻസ് പറയുകയാണ്. Unless I say there won't be any rain or dew in the coming months. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല. അതിനർത്ഥം, എക്സ്ക്യൂസ് മീ ആഹാബേ, നീ നിനക്ക് സിംഹാസനം ഉണ്ടായിരിക്കും, നിനക്ക് കിരീടം ഉണ്ടായിരിക്കും, സ്തോത്രം, നിനക്ക് രാജദണ്ഡ് ഉണ്ടായിരിക്കും, നിനക്ക് ഇസബേൽ എന്ന ഭാര്യ ഉണ്ടായിരിക്കും, നിന്റെ കൂടെ ബാലിൻ്റെ പ്രവാചകന്മാരും അശേര പ്രവാചകന്മാരും ഉണ്ടായിരിക്കും. സ്തോത്രം, നിനക്ക് എല്ലാം ഉണ്ടായിരിക്കും മാനുഷികമായി. സ്തോത്രം, നിനക്ക് സിംഹാസനമുണ്ട്, കിരീടമുണ്ട്, ചെങ്കോലുണ്ട്. പക്ഷേ അതവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇനി നീ പറഞ്ഞിട്ടല്ല നിന്റെ രാജ്യത്ത് എന്തെങ്കിലും നടക്കുന്നത്, ദൈവാത്മാവുള്ള ഞാൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ. ദൈവാത്മാവുള്ള ഞാൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ. സ്തോത്രം. 2 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, അവരെ കണ്ണി നോക്കി പറ, നമ്മൾ പറയുന്നതേ നടക്കത്തുള്ളൂ. പറ, നമ്മൾ പറയുന്നതേ നടക്കത്തുള്ളൂ. നമ്മൾ പറയുന്നതേ നടക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചിലത് നിനക്ക് പറവാനുണ്ട്. ഗെറ്റ് റെഡി. പറയാൻ ഒരുങ്ങിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഹോസ്പിറ്റലും ശൂന്യമാകട്ടെ. എല്ലാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡിസ്ചാർജ് പ്രാപിച്ച് വീട്ടിൽ പോട്ടെ ആരോഗ്യത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പാൻഡമിക് കണ്ടീഷൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടാട്ടെ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദേശത്തിലുള്ള മരണഭീതി വിട്ടുമാറി ജീവനും സമൃദ്ധിയായ ജീവൻ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, ആ സ്തോത്രം. പ്രത്യേക കാറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടിച്ചപ്പോൾ കൊണ്ടുവന്നതായ വെട്ടിക്കിളിയെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അടിച്ചതായ കാറ്റ് കടലിൽ തള്ളിയിട്ടതുപോലെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പാൻഡമിക് കണ്ടീഷനും ദേശത്ത് നിന്ന് വിട്ടുമാറട്ടെ. വിളിച്ചു പറഞ്ഞാട്ടെ, നീ പറയുന്നതേ ദേശത്തിൽ നടക്കത്തുള്ളൂ. നീ പറയുന്നതാണ് ദേശത്തിൽ നടക്കുന്നത്. നീ പറയേണ്ടത് നീ പറയുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നു. നീ പറയേണ്ടത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു നീ പറയുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നു. ഒരൊറ്റ ലൈനാണ് അവൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഓ സ്തോത്രം, ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ആ റൂമിനകത്തിരുന്ന് നീ പറയുമ്പോൾ കേൾക്കേണ്ടവൻ കേൾക്കുന്നു. ഒരിക്കൽ കൂടെ ആ റൂമിലിരുന്ന് നീ പറയുമ്പോൾ സ്തോത്രം, അതെ, കേൾക്കേണ്ട കർത്താവ് അത് കേൾക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അത് കേൾക്കുന്നു. നീ അത് പറയുമ്പോൾ അവണ്ണം തന്നെ അത് സംഭവിക്കുന്നു. നീ പറയുമ്പോൾ ആ പറയുന്ന വാക്ക് നിലത്ത് വീഴാതെ ദൈവത്തിന്റെ ദൂതന്മാർ എടുക്കുന്നു. അവർ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സഞ്ചരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ സ്തോത്രം ആ വചനപ്രകാരം അവണ്ണം തന്നെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ദൈവസഭ ആടിയിരിക്കാതെ മയങ്ങിയിരിക്കാതെ പ്രവചിച്ചിരുന്നാട്ടെ, പറഞ്ഞിരുന്നാട്ടെ. കമോൺ പറഞ്ഞിരുന്നാട്ടെ. ഈ ദിവസങ്ങളിൽ സ്വർഗം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രവചനം ദൂതുകൾ പ്രതീക്ഷിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന പ്രവചന ദൂതുകൾ ദേശത്തെ നോക്കി പറഞ്ഞാട്ടെ, കുടുംബങ്ങളെ നോക്കി പറ. സ്തോത്രം. കൈ കുഞ്ഞു തുടങ്ങി വൃദ്ധരായ വ്യക്തികളെ നോക്കി ജീവന്റെ ദൂത് പറഞ്ഞാട്ടെ, ഉണർവിന്റെ ദൂത് പറഞ്ഞാട്ടെ. വേൾഡ് മാപ്പ് നിരത്തിയിട്ട് പ്രവചിച്ചിരുന്നാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ നീ പറയുന്നത് സംഭവിക്കുക. അന്തരീക്ഷം മാറട്ടെ. ഏലിയാ പറഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി. ഈ ഒറ്റ സെഷൻ കൊണ്ട് അന്തരീക്ഷം മാറുകയാണ്.
Come on, ഈ സെഷൻ, I sense the presence of God. Hallelujah. ഈ ഒറ്റ സെഷൻ കൊണ്ട് അന്തരീക്ഷം മാറുകയാണ്. Come on, കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച്. ഈ ഒറ്റ സെഷൻ കൊണ്ട് അന്തരീക്ഷം മാറുകയാണ്, അന്തരീക്ഷം മാറുകയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. ഹല്ലേലൂയ. ബാലിനല്ല ശക്തി, ബാല മഴ ദൈവമാണ്. ബാല ഇപ്പൊ കിൻഡൽ കണക്കിന് കിലോ കണക്കിന് മഴ പെയ്യിപ്പിക്കുമെന്നാണ് ആഹാബേ നീ ചിന്തിക്കുന്നത്. എന്നാൽ സ്തോത്രം, ബാലിനേക്കാൾ വലിയൊരു ദൈവമുണ്ട്, ദുർഭൂതങ്ങളെക്കാൾ വലിയൊരു ദൈവമുണ്ട്, അന്ധകാരങ്ങളെക്കാൾ വലിയൊരു ദൈവമുണ്ട്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അന്തരീക്ഷം മാറി, അന്തരീക്ഷം മാറി, അന്തരീക്ഷം മാറി, അന്തരീക്ഷം മാറി, അന്തരീക്ഷം മാറി. ശമരിയുടെ അന്തരീക്ഷം മാറി. സ്തോത്രം. ശമരിയുടെ അന്തരീക്ഷം മാറി, മഞ്ഞ് മാറിപ്പോയി, മഴ മാറിപ്പോയി. ഇത് അന്തരീക്ഷം സ്തോത്രം മാറി ചൂടാക്കുകയാണ്, ആ ചൂട് വർദ്ധിക്കുകയാണ്. സ്തോത്രം. ആ സമയത്ത് ഉടനെ തന്നെ ഏലിയാവിന് ദൈവമായ കർത്താവ് ഇതാ മുന്നിലേക്ക് 3 സ്ഥലത്തുകൂടെ നയിക്കുന്നു. 3 സ്ഥലത്തേക്ക്, 3 സ്ഥാനത്തൂടെ, 3 സ്ഥലത്തിലൂടെ ഏലിയാവിനെ ദൈവം അയക്കുന്നു. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, ഒരു രാജ്യത്ത് മാറ്റുന്ന അഭിഷേകം നീ ചുമക്കുമ്പോൾ, ഒരിക്കൽ കൂടെ പെന്തിക്കോസ് അഭിഷേകമല്ല, രാജ്യത്തെ മാറ്റുന്ന അഭിഷേകം നീ ചുമക്കുമ്പോൾ, ഭാരതത്തെ, ലോകരാജ്യങ്ങളെ മാറ്റുന്ന നേഷൻ ട്രാൻസ്ഫോർമേഷൻ, സ്തോത്രം, അത് രാജ്യങ്ങളെ മാറ്റുന്ന അഭിഷേകം നീ ചുമക്കുമ്പോൾ 3 പ്രത്യേക സ്ഥലത്തുകൂടെ നീ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടതുണ്ട്. ആ 3 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് 3 പ്രത്യേക സ്തോത്രം എക്സ്പീരിയൻസസ് ആണ്. 3 സ്ഥലങ്ങളിലൂടെ നീ കടന്നു പോകണം. സ്തോത്രം. നിങ്ങൾ അപ്പോസ്തലനായിരിക്കാം, പ്രവാചകനായിരിക്കാം, ഇടയനായിരിക്കാം, ഉപദേഷ്ടാവായിരിക്കാം, അതിന് മുൻപ് പറയേണ്ട സുവിശേഷകനായിരിക്കാം. സ്തോത്രം. നിങ്ങൾ ആരാണെങ്കിലും 3 എക്സ്പീരിയൻസസ് നിങ്ങളുടെ ജീവിതത്തിന്, സ്തോത്രം, ഒരു രാജ്യത്തെ മാറ്റുന്ന അഭിഷേകമുണ്ടെങ്കിൽ ദൈവം പകരാം. 3 എക്സ്പീരിയൻസസ്, 3 അനുഭവങ്ങൾ. ആ 3 സ്ഥലമാണ്: 1 കെരീത്, 2 സീദോൻ, 3 കർമേൽ. കെരീത്, സീദോൻ, കർമേൽ. കെരീത്, സീദോൻ, കർമേൽ. ഈ 3 സ്ഥലത്ത് കൂടെ നിങ്ങൾ കടന്നു പോയാൽ മാത്രമേ, സ്തോത്രം, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിനക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. എന്താ കെരീതിന്റെ പ്രത്യേകത? 1 ശമൂവേൽ 1 രാജാക്കന്മാർ 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം പറയുന്നു, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് എന്ന തോട്ടിനരികെ ഒളിച്ചിരിക്കുക. 4-ാം വാക്യം, തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിന്ന് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. 5-ാം വാക്യം, സ്തോത്രം, അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത് തോട്ടിനരികെ പാർത്തു. 6-ാം വാക്യം, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരം അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. എല്ലാവരും മൗനമായി, ആരും സ്തോത്രം പറയുന്നില്ല. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും കൊണ്ടുചെന്ന്, രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും, രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും. കെരീതിൽ തമ്പുരാൻ 2 നേരെ അവന് ഭക്ഷണം കൊടുത്തുള്ളൂ. കെരീതിൽ ഏലിയാവിന്, സ്തോത്രം, ദൈവം 2 നേരെ ഭക്ഷണം കൊടുത്തുള്ളൂ. സ്തോത്രം. ആരോ എന്നെ തുറച്ചു നോക്കി പറയും, ഞങ്ങളെ ചങ്കിൽ കുത്തുന്ന വർത്താനം മാത്രം പറയില്ല, എനിക്ക് എപ്പോഴും നേരമാണ് ഭക്ഷണം, എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി എപ്പോഴും എനിക്ക് നേരമാണ്. ഈ ലോക്ക്ഡൗണിൽ നമ്മൾ ഇരുന്ന് സഭ അങ്ങ് വളരുക, സഭ അങ്ങ് വളരുക. ഇങ്ങോട്ടാ സഭ വളരുന്നേ? സഭ സൈഡിലോട്ട് വളരുക. ലോക്ക്ഡൗണ് അകത്തിരുന്ന് തിന്ന് 16 നേരം തിന്ന്. തമ്പുരാൻ അതല്ല പറയുന്നത്. നീ രാജ്യത്തെ മാറ്റുന്ന അഭിഷേകം ചുമക്കുന്നവനെങ്കിൽ, ശ്രദ്ധിക്ക്, നീ രാജ്യത്തെ മാറ്റുന്ന അഭിഷേകം ചുമക്കുന്നവനെങ്കിൽ നിന്റെ ഭക്ഷണത്തിന്റെ പ്ലേറ്റിൽ പോലും ഒരു മാറ്റമുണ്ടായിരിക്കും.
നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റിൽ പോലും ഒരു മാറ്റമുണ്ടായിരിക്കും. നീ രാജ്യത്തെ മാറ്റുന്ന അഭിഷേകം ചുമക്കുന്നെങ്കിൽ, നിന്റെ പ്ലേറ്റിൽ മാറ്റമുണ്ടെങ്കിൽ നിന്റെ ഫോണിൽ മാറ്റമുണ്ടായിരിക്കും. നിന്റെ പ്ലേറ്റിൽ മാറ്റമുണ്ടെങ്കിൽ നിന്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടായിരിക്കും. നിന്റെ ആഹാരം കഴിക്കുന്ന പ്ലേറ്റിൽ മാറ്റമുണ്ടെങ്കിൽ നിന്റെ ലൈഫ് സ്റ്റൈലിന് വ്യത്യാസമുണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ചിലരെ ജീവിക്കുന്നത് അങ്ങ് കഴിക്കാൻ വേണ്ടിയാ ജീവിക്കുന്നത്. ഒരു പാസ്റ്റർമാരും കേൾക്കല്ല കേട്ടോ. പാസ്റ്ററുകൾ ഞാനും ഒക്കെ വളരെ സിമ്പിളാണ്. അദ്ദേഹം സ്തോത്രം പല പാസ്റ്റർ എം എ വർഗീസും അതുപോലെ പാസ്റ്റർ അബ്രഹാം തോമസും ട്രിവാൻഡ്രത്ത് ക്രൈസ്റ്റ് സെൻ്റർ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. വളരെ ആവറേജ് ആയിട്ട് മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ. അതുകൊണ്ടാണ് സ്തോത്രം ഈ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ ഇല്ലാതെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ വേറെ ചില ആൾക്കാരുണ്ട്. എൻ്റെ കർത്താവേ, ഹല്ലേലൂയ. 12 അപ്പോസ്തലന്മാർ, 70 ശിഷ്യന്മാർ എന്ന് പറയുന്നത് പോലെ വിഭവങ്ങൾ ചിലരുടെ ഡൈനിങ് ടേബിളിലേക്ക് അടുക്കുമ്പോഴേ 120 പേർ മാളിക മുറിയിൽ ഇതാ ടേബിളിൽ നിറഞ്ഞിരിക്കുകയാണ്. 120 300 ഗിദെയോന്റെ 300. സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. നിങ്ങൾ അടുക്കളയിൽ നിന്ന് പുറത്തു വാ. നിങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ വീതിയല്ല കൂടേണ്ടത്, അതിൻ്റെ നീളമാണ് കൂടേണ്ടത്. അതിൻ്റെ വീതിയല്ല കൂടേണ്ടത്. എപ്പോഴും കുക്കിങ്. തിന്ന് പാസ്റ്ററെ, തിന്ന് ദൈവദാസനെ, തിന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു വേർഷനാണ് സ്തോത്രം ചാവ് സ്തോത്രം തിന്ന് ചാവ്. എന്നാൽ എൻ്റെ ദൈവം അനാരോഗ്യത്തിൻ്റെ ദൈവമല്ല, എൻ്റെ ദൈവം ആരോഗ്യത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നീ ഭക്ഷണം കഴിക്കുന്നതായ പ്ലേറ്റ് മാറുന്നെങ്കിൽ നിൻ്റെ ലൈഫ് മാറുകയാണ്. സ്തോത്രം. ചിലർ വിളമ്പി വയ്ക്കും വലിയ പർവ്വതം പോലെ, എന്നിട്ട് മറ്റേ വാക്യമാണ് അവർക്ക് ഓർമ്മ വരുന്നത്. ഹേ മഹാപർവ്വതമേ, നീ സമഭൂമി ആയിത്തീരും. ഇപ്പോൾ അല്പം നേരം തന്നാൽ മതി, ഞാൻ ഇപ്പം തന്നെ ഇതിനെ പർവ്വതം മാറ്റുന്നവനാണെന്ന് സ്തോത്രം ഞാൻ കാണിച്ചു തരാമെന്ന്. പക്ഷേ ഏലിയാവ് അങ്ങനെയല്ല. സ്തോത്രം. ഏലിയാവ് അവൻ ജീവിച്ചത് തിന്നാനായിട്ടല്ല ജീവിച്ചത്. രണ്ട് നേരം കാക്ക കൊണ്ടുവന്ന് അവൻ അപ്പവും ഇറച്ചിയും കൊടുത്തു. സ്തോത്രം. അതേ, ജഡത്തെ തീറ്റുന്നവൻ, ജഡത്തെ പോഷിപ്പിക്കുന്നവനല്ല ഏലിയാവ്. ജഡത്തെ വർദ്ധിപ്പിക്കുന്നവനല്ല ഏലിയാവ്. അവൻ ഫ്ലഷിനെയല്ല എഡിഫൈ ചെയ്തത്, അവൻ സ്പിരിറ്റിനെയാണ് എഡിഫൈ ചെയ്തത്. നിങ്ങൾ കേട്ടോ, അവൻ ജഡത്തെ അല്ല വർദ്ധിപ്പിച്ചത്, അവൻ ആത്മാവിനെയാണ് വർദ്ധിപ്പിച്ചത്. ഈ ദിവസങ്ങൾ ആത്മാവിൽ വർധനവ് പ്രാപിക്കട്ടെ. അന്യഭാഷ പറഞ്ഞ് വചനം വായിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മാവിനെ വർദ്ധിപ്പിക്കുക, ആത്മാവിൽ വർധനവ് പ്രാപിക്കുക. സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ അടുക്കിലേക്ക് ആരെങ്കിലും കടന്നു പോയാൽ സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ പോക്കറ്റിലുള്ളതായ പുതിയ നിയമം എടുത്തിട്ട് 20 മിനിറ്റ് വായിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, നീ യേശുവിനോട് അല്പമെങ്കിലും അടുത്തോ? 20 മിനിറ്റ് ബൈബിൾ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നീ യേശുവിനോട് സ്തോത്രം അല്പമെങ്കിലും അടുത്തോ? വീണ്ടും അദ്ദേഹം പറയും, വാ നമുക്ക് പ്രാർത്ഥിക്കാം. 20 മിനിറ്റ് പ്രാർത്ഥിക്കും. 20 മിനിറ്റ് സ്മിത്ത് വിഗിൽസ്വർത്ത് പ്രാർത്ഥിച്ചിട്ട് ആമേൻ പറഞ്ഞിട്ട് ചോദിക്കും, നീ യേശുവിനോട് അല്പമെങ്കിലും അടുത്തോ? വീണ്ടും സ്തോത്രം. 20 മിനിറ്റ് ബൈബിൾ വായിക്കും. 20 മിനിറ്റ് ബൈബിൾ വായിക്കും, 20 മിനിറ്റ് പ്രാർത്ഥിക്കും. 20 മിനിറ്റ് ബൈബിൾ വായിക്കും, 20 മിനിറ്റ് പ്രാർത്ഥിക്കും. അതാണ് വിഗിൽസ്വർത്തിന്റെ ലൈഫ് സ്റ്റൈൽ. സഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ ഫ്ലഷിന് വേണ്ടിയല്ല ജീവിച്ചത്, അവർ ശരീരത്തിന് വേണ്ടിയല്ല ജീവിച്ചത്. ശരീരം കാണുന്നതെല്ലാം അത് തിന്നണം, ഇത് തിന്നണം, അത് കാണണം, ടി വിയിൽ അത് നോക്കണം, ഇന്റർനെറ്റിൽ മറ്റേത് നോക്കണം. ഫ്ലഷ് ലോകത്തിന്റെ പലതിനു വേണ്ടി വേട്ടനായെപ്പോലെ പരിധി നടക്കുമ്പോൾ ആത്മാവ് യുദ്ധക്കുതിരയായി അതേ തഴയ്ക്കുമാറാകട്ടെ. ആത്മാവ് യുദ്ധക്കുതിരയാകട്ടെ. സ്തോത്രം. അതെ, ജഡം സബ്സിഡി ചെയ്യട്ടെ. എൻ്റെ വിഷയം ഇതാണ്. ഏലിയാവ് കെരീതു തോട്ടിൻ്റെ കരയിൽ കാത്തിരുന്നപ്പോൾ രാവിലെ വൈകിട്ടും കാക്കാവന് അപ്പവും ഇറച്ചിയും കൊണ്ടുചെന്ന് കൊടുക്കുമായിരുന്നു. ആൾമോസ്റ്റ് 6 months ദൈവം അവനവിടെ ഇരുത്തുകയാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിസിപ്ലിൻ കേട്ടോ. അതൊരു അച്ചടക്കത്തിൻ്റെ സ്ഥലമാണ്. അച്ചടക്കത്തിൻ്റെ സ്ഥലമായതുകൊണ്ടാണ് 3 നേരവും 4 നേരവും ഒന്നും ഭക്ഷണം കൊടുക്കാതെ കർത്താവ് സ്തോത്രം അവൻ്റെ സ്വഭാവത്തിന് തന്നെ, അവൻ്റെ ജീവിത ശൈലിക്ക് തന്നെ ഒരു അച്ചടക്കം കൊടുത്തത്, ഒരു ഡിസിപ്ലിൻ കൊടുത്തത്. ഡിസിപ്ലിൻ ഉള്ളവനാണ് ഡിസൈപ്പിൾ, അച്ചടക്കമുള്ളവനാണ് ശിഷ്യൻ. അടുത്തിരിക്കുന്നൊരു തൊട്ട് പറ, നമ്മളെ കാര്യമാണ് പറയുന്നത്. അച്ചടക്കമുള്ളവനാണ് സ്തോത്രം അതേ ശിഷ്യൻ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, നമുക്ക് വലിയ ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ, നമുക്ക് ബ്രേക്കില്ല. എന്നാൽ സ്തോത്രം ദൈവം 6 മാസം ഏലിയാവിന് അവിടെ ഇരുത്തി സ്തോത്രം അവൻ അച്ചടക്കം പഠിപ്പിക്കുകയാണ്. രാവിലെ വൈകിട്ട് കൊണ്ടുവന്ന് സ്തോത്രം കാക്ക ഭക്ഷണം കൊടുക്കുന്നു. 6 മാസം മറക്കരുത്. അപ്പോഴവൻ പ്രാർത്ഥിക്കുകയാണ്. 6 മാസത്തോളം അവൻ അവിടെ ഇരുന്നു. പക്ഷേ ചൂട് വർദ്ധിക്കുന്നു, സൂര്യൻ നന്നായി പ്രകാശിക്കുന്നു. മേഘങ്ങൾ കണ്ടിട്ട് മാസങ്ങളായി ഇതാ മഴ പെയ്യുന്നില്ല, മഞ്ഞില്ല. ആ തോട് വറ്റുകയാണ്. യോർദാൻ നദിയുടെ ഒരു ഭാഗമാണ് കെരീത് തോട്. യോർദാൻ നദിയുടെ ഒരു ഭാഗമാണ് കെരീത് തോട്. ആ തോട് ഇതാ
വറ്റിപ്പോയി. യോർദാൻ എന്ന് പറയുന്നത് സഹോദരങ്ങളെ, യോർദാൻ എന്ന് പറയുന്നത് ഒരു ഒടുക്കത്തിൻ്റെ സ്ഥലമെന്നാണ് പലരും പറയുന്നത്. എന്നാൽ തമ്പുരാൻ പറയും, നിനക്കത് ഒടുക്കത്തിൻ്റെ സ്ഥലമാണ്, പക്ഷേ എൻ്റെ ജനത്തിന് അത് വാഗ്ദത്തത്തിൻ്റെ തുടക്കത്തിൻ്റെ സ്ഥലമാണ്. ദൈവം ഇല്ലാത്തവന് യോർദാൻ അവസാനം ഒടുക്കത്തിൻ്റെ സ്ഥലമെങ്കിൽ ദൈവമുള്ള നിന്റെ ജീവിതത്തിൽ അത് തുടക്കമാണ്. പലരും തീർന്നെടുത്ത് ദൈവത്തിൻ്റെ കൃപയാൽ നീ തുടങ്ങുവാൻ പോകുന്നു. എത്ര പേർ പറയുന്നു, ഞാൻ തുടങ്ങുവാൻ പോകുന്നു, യേശുവിൻ്റെ രക്തം ചെയ്യാം, ഞാൻ തുടങ്ങുവാൻ പോകുന്നു. അതെ, സ്തോത്രം. ആ തോട്ടിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവ് നിന്നു. തോട്ടിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവ് നിന്നു. ആരോ പറയുന്നു, എൻ്റെ കാര്യമാണ് പറയുന്നത്, എൻ്റെ വരുമാനം വറ്റി, എൻ്റെ ബിസിനസ് തീർന്നു, എൻ്റെ വരുമാനം വറ്റി, എൻ്റെ തോട് വറ്റി. ഞാൻ കണ്ടിരുന്ന, ഞാൻ പ്രാപിച്ചിരുന്ന, ഞാൻ അനുഭവിച്ചിരുന്ന എൻ്റെ കാക്കയുടെ വരവ് കൊറോണയോടെ അത് നിന്നു. കൊറോണയുടെ വരുമാനങ്ങൾ നിന്നു, കൊറോണയുടെ ഉറവകൾ വറ്റി എന്ന് ആരെങ്കിലും പറയുന്നു എങ്കിൽ 6 മാസം കഴിഞ്ഞപ്പോൾ സ്തോത്രം ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ഗെറ്റ് റെഡി, ഒരുങ്ങിക്കോ, അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നേരമായി, അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നേരമായി, സീദോനിലേക്ക് പോയാട്ടെ. ഹല്ലേലൂയ. പിന്നിൽ ഒരു ഉറവ അടഞ്ഞത് കണ്ടിട്ട്, കാക്കയുടെ ആ നന്മയുടെ വരവ് നിന്നത് കണ്ടിട്ട് അവൻ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് നോക്കി ഞാൻ പ്രവചിക്കുന്നു, സഹോദരനെ, സഹോദരിയെ, ബിസിനസ്സുകാരെ, ഇന്നലെ ഉണ്ടായിരുന്ന വരുമാനങ്ങൾ അടഞ്ഞു എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കുന്നു, അടുത്ത തലത്തേക്ക് നീ പോകേണ്ടതായ സമയം വന്നിരിക്കുന്നു. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ബിസിനസ്, ഇതുവരെ തുറന്നിട്ടില്ലാത്ത എസ്റ്റാബ്ലിഷ്മെന്റുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ഹല്ലേലൂയ. മൾട്ടിനാഷണൽ ബിസിനസ് പോലും ദൈവത്തിൻ്റെ സഭയുമായി ബന്ധപ്പെടട്ടെ. ഒരിക്കൽ കൂടെ, മൾട്ടിനാഷണൽ ബിസിനസ് പോലും ദൈവത്തിൻ്റെ സഭയിലേക്ക് വന്നു കയറട്ടെ. ലോകത്തിന് ഇത് ക്ഷാമകാലമാണ്, പക്ഷേ ദൈവത്തിൻ്റെ ജനത്തിന് ഇത് ഒരു വെൽത്ത് ട്രാൻസ്ഫറിന്റെ ടൈമാണ്. ഓ, ലോകത്തിന് ഇത് ക്ഷാമകാലമാണ്, ദൈവത്തിൻ്റെ ജനത്തിന് ഒരു വെൽത്ത് ട്രാൻസ്ഫറിന്റെ സമയമാണ്. ഹല്ലേലൂയ. എനിക്കതൊരു 15 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. യേശുവിൻ നാമത്തിൽ, എൻ്റെ നോട്ടിൽ ഇല്ലാത്തതാണ് ഞാൻ പറയുന്നത്. അടുത്തൊരു തലത്തേക്ക് നീ പോകുകയാണ്. ഒരു വെൽത്ത് ട്രാൻസ്ഫർ ദൈവകൃപയാൽ കർത്താവ് ദൈവജനത്തിന് നൽകുവാൻ വേണ്ടി പോകുന്നു. ജാതികളുടെ സമ്പത്തിന് അധിപതികളായി ചിലരെ ദൈവം ഇരുത്തുവാൻ പോകുന്നു. നിന്റെ പിൻപിൽ പല ഉറവകൾ അടയുന്നത് മുൻപിൽ ചിലത് തുറക്കുവാൻ വേണ്ടിയാണ്. നീ പ്രതീക്ഷിക്കാത്തത്, നീ ചെയ്തിട്ടില്ലാത്തത്, നിന്റെ ബോസ് ചെയ്യാത്തത്, നിന്റെ വീട്ടിലാരും കണ്ടിട്ടില്ലാത്തത് നിന്റെ മുൻപിൽ ഇതാ തുറക്കുവാൻ പോകുന്നു. ഒന്നടഞ്ഞു, കെരീതിൻ്റെ തോടിൻ്റെ ഉറവ അടഞ്ഞു. പിന്നിൽ ഒന്ന് അടഞ്ഞത് മുന്നിൽ 2 തുറക്കുവാൻ വേണ്ടിയാണ്. ഒരിക്കൽ കൂടെ, പിന്നിൽ 1 അടഞ്ഞത് മുന്നിൽ 2 തുറക്കുവാൻ വേണ്ടിയാണ്. ഏത് 2? കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തുറന്നു. പിന്നിൽ തോട് അടഞ്ഞപ്പോൾ മുന്നിൽ 2 തുറന്നു. പിന്നിൽ 1 അടഞ്ഞ കുടുംബങ്ങൾ മുന്നിൽ 2 തുറക്കുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. ഒറ്റ ഉറവ, ഒറ്റ വരുമാനത്തിൽ ജീവിച്ച കുടുംബങ്ങൾ മൾട്ടിപ്പിൾ വരുമാനത്തിൽ ജീവിപ്പാൻ പോകുന്നു. എത്ര പേർ സ്തോത്രം പറയുക? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ച്, ഒറ്റ വരുമാനത്തിൽ ജീവിച്ച ദൈവദാസന്മാർ, ഒറ്റ വരുമാനത്തിൽ ജീവിച്ച ദൈവത്തിന്റെ ജനം, ഇൻ ജീസസ് നെയിം വെൽത്ത് ട്രാൻസ്ഫറിന്റെ ഈ സീസണിൽ യോസേഫിന്റെ കാലത്ത് നടന്ന പോലെ, ഹല്ലേലൂയ, മോശയുടെ പുറപ്പാടിന്റെ കാലത്ത് സംഭവിച്ച പോലെ, അതാണ് ശരി, മോശയുടെ പുറപ്പാടിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മിസ്രൈമ്യ സമ്പത്ത് ഇസ്രായേലിന്റെ കയ്യിലേക്ക് വന്നതുപോലെ, ഈജിപ്തിന്റെ സമ്പത്ത് ഇസ്രായേലിന്റെ കയ്യിലേക്ക് വന്നതുപോലെ, let there be a wealth transfer in this season. ഈ പാൻഡമിക് കണ്ടീഷനിൽ ഒരു വെൽത്ത് ട്രാൻസ്ഫർ സംഭവിക്കട്ടെ. ഇന്നലകളിൽ ഒന്നടഞ്ഞെടുത്ത് നിന്റെ മുൻപിൽ മൾട്ടിപ്പിൾ റിസോഴ്സസ് തുറക്കട്ടെ. പല വരുമാനങ്ങൾ തുറക്കട്ടെ, പല വരുമാനങ്ങൾ തുറക്കട്ടെ. ഹല്ലേലൂയ. ചുറ്റുമിരിക്കുന്ന എല്ലാവരും തൊട്ട് പറ, പലത് തുറക്കുവാൻ പോകുന്നു, പലത് തുറക്കുവാൻ പോകുന്നു. ദൈവം തുറന്നാൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. പലത് തുറക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വാസ ജീവിതം ഇതാ സ്തോത്രം സാരഫാത്തിൽ പഠിപ്പിച്ചിട്ട്, സാരഫാത്തിന്റെ ദൂത് സ്തോത്രം, അതെ, കെരീതിന്റെ ദൂത് ഇതാണ്. കെരീതിന്റെ ദൂത് വിശ്വാസം. ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയട്ടെ. കെരീതിൽ 6 മാസം ഏലിയാവ് ഇരുന്നപ്പോൾ ദൈവം അവനെ പഠിപ്പിച്ചത് സ്തോത്രം വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതമാണ് പഠിപ്പിച്ചത്. എന്താ വിശ്വാസത്തിന്റെ പ്രത്യേകത? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
6 മാസം 2 നേരം കാക്ക കൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് തോട്ടിൽ വെള്ളം കുടിച്ച് സ്തോത്രം വിശ്വാസം ദൈവം പഠിപ്പിച്ചിട്ട് ഒന്നാമത് നിങ്ങൾക്ക് ആവശ്യം വിശ്വാസം. എൻ്റെ ദൈവം വിശ്വാസത്തിൽ ജീവിക്കും. വിശ്വാസം പഠിപ്പിച്ചിട്ട് രണ്ടാമത്തെ സ്ഥലത്തേക്ക് ദൈവം അയക്കുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് സ്തോത്രം അതേ സീദോനിലേക്ക് ഏലിയാവിനെ ദൈവം അയക്കുമ്പോൾ ദൈവം അവനെ സീദോനിലേക്ക് അയക്കുന്നത് വിശുദ്ധിയുടെ ദൂതുമായിട്ടാണ് അവിടെ അയക്കുന്നത്. വിശുദ്ധനായി ജീവിപ്പാൻ പ്രത്യേക നിയോഗത്തിൽ ദൈവം അവനെ അയക്കുകയാണ്. 1 നിനക്ക് വിശ്വാസം, 2 നിനക്ക് വേണ്ടിയത് വിശുദ്ധി. കാരണം അവൻ കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയ ഒരു മകനുള്ളതായ ഒരു വിധവ അവിടെ ഇതാ സ്തോത്രം ആഹാരം പാചകം ചെയ്യാനുള്ള വട്ടം കൂട്ടി വിറക് പുറക്കി അവൾ നിൽക്കുകയാണ്. ചെറിയ പ്രായമുള്ളതായ ഒരു വിധവ. ദാറ്റ് മീൻസ് അവൾക്ക് അധികം പ്രായം വരത്തില്ല. മേ ബി അക്കാലത്ത് 20 വയസ്സിന് താഴെയാണ് സ്ത്രീകളൊക്കെ വിവാഹം കഴിക്കുന്നതെന്ന് ചില സ്തോത്രം പുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട്. കാരണം മറിയ നന്നേ ചെറുപ്പമായിരുന്നപ്പോഴാണ് അവൾക്ക് ഒരു 16-17 വയസ്സോ മറ്റോ പ്രായമുള്ളപ്പോഴാണ് കർത്താവ് അവളിൽ ഉൽപ്പാദിതമായതെന്ന്. സോ അമ്മണ്ണമാണെങ്കിൽ ഇവൾക്കൊരു 30 വയസ്സിന് അടുത്ത ഒരു പ്രായമേ ഈ വിധവയ്ക്ക് കാണത്തുള്ളൂ. സ്തോത്രം അല്ലെങ്കിൽ മാക്സിമം ഒരു mid-30s. അവളുടെ ഭർത്താവ് മരിച്ചുപോയി, അവൾ വിധവയാണ്. ഷീ നോ വാട്ട് ഈസ് ഫാമിലി ലൈഫ്. അവൾക്ക് കുടുംബ ജീവിതം എന്തെന്നറിയാം. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്തോത്രം കുടുംബ ജീവിതം എന്തെന്നറിയാത്തവരെക്കാൾ കുടുംബ ജീവിതം എന്തെന്നറിയുന്നവരാണ് കൂടുതൽ തെറ്റിപ്പോകുന്നത്. ആരും മിണ്ടുന്നില്ല. കുടുംബജീവിതം എന്തെന്ന് അറിയാത്തവരെക്കാൾ കുടുംബജീവിതം എന്തെന്ന് അറിയുന്നവരാണ് കൂടുതൽ സ്തോത്രം തെറ്റിപ്പോകുന്നത്. കാരണം അവൾക്കറിയാം വാട്ട് ഈസ് ലൈഫ്, അവൾക്കറിയാം എന്താണ് കുടുംബമെന്ന് അവർക്കറിയാം. സ്തോത്രം. അങ്ങനെ അവളുടെ വീട്ടിലാണ് ദൈവം കൊണ്ടുചെന്ന് ഏലിയാവിനെ പാർപ്പിക്കുന്നത്. പാപം ചെയ്യാൻ സാഹചര്യമില്ലാത്ത ഒരു സ്ഥലത്തല്ല ദൈവം ഏലിയാവിനെ കൊണ്ടുചെന്ന് പാർപ്പിച്ചത്. ഭർത്താവില്ലാത്ത സ്തോത്രം വിധവയായ ഒരു ചെറിയ കുട്ടിയുള്ള ഒരു ഭവനത്തിലാണ് ഏലിയാവിനെ കൊണ്ടുചെന്ന് ദൈവമായ കർത്താവ് പാർപ്പിച്ചത്. അത് 3 ദിവസമല്ല, വെള്ളി ശനി ഞായർ വീക്കെൻഡ് കൺവെൻഷൻ. സ്തോത്രം 3 ദിവസമല്ല ദൈവം അവനെ പാർപ്പിച്ചത്, 3 വർഷമാണ് ദൈവം അവനെ പാർപ്പിച്ചത്. 3 ദിവസം പാർത്താൽ അധികം പരിക്കില്ലാതെ പുറത്തു വരാൻ പറ്റുമായിരിക്കും. പക്ഷെ 3 വർഷം അവനിതാ സ്തോത്രം ഏലിയാവിനെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുക. എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ എനിക്ക് തോന്നിയത് സ്തോത്രം നമ്മളാരെങ്കിലും ഏലിയാവിന് അക്കോമഡേഷൻ ഒരുക്കിയിരുന്നെങ്കിൽ, എന്നോട് കർത്താവ് പറയുകയാണ് ഏലിയാവിന് ഒരു അക്കോമഡേഷൻ ഒരുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുക്കുന്നത് വല്ല YMCA അവന് വേണ്ടി ഒരുക്കുമായിരുന്നു. YMCA എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളില്ലാത്ത പഞ്ചായത്തിൽ. അവൻ ബാച്ചലർ അല്ലയോ, അവൻ ഒറ്റയ്ക്കല്ലയോ ഏലിയ വരുന്നത്. സഹോദരന്മാർ മാത്രമുള്ളതായ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു സ്തോത്രം അത് സ്ഥലത്തൊരുക്കുമായിരുന്നു. പക്ഷേ ഒരു വിശുദ്ധനായ ഒരു ദൈവത്തിൻ്റെ മനുഷ്യനെ തിരിച്ചറിയുന്നത് പാപം ചെയ്യാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാൻ സാഹചര്യമല്ല, എല്ലാവരും എന്നെ നോക്കിയിരിക്കുക. ഇപ്പം മയക്കം പിടിച്ച് നിൽക്കുക, ഇപ്പം പാപം ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം, എല്ലാവരും എന്നെ നോക്കിയിരിക്കുക എന്ന് വിചാരിച്ച് ഞാൻ വിശുദ്ധനാകുന്നില്ല. പാപം ചെയ്യാൻ സാഹചര്യമില്ല, അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നതല്ല വിശുദ്ധി. സ്തോത്രം. ഒരിക്കൽ കൂടെ പാപം ചെയ്യാൻ സാഹചര്യമില്ല. ചർച്ചിൽ വന്നപ്പോൾ പാപം ചെയ്യാൻ സാഹചര്യമില്ല. ഫുൾ സ്ലീവ് ഷർട്ടിട്ടു, നന്നായിട്ട് ഷേവ് ചെയ്തു, ആഭരണം എല്ലാം മാറ്റി. സ്തോത്രം. എല്ലാവരും എന്നെ നോക്കുന്നു, പാപം ചെയ്യാൻ സാഹചര്യമില്ല, അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല. സ്തോത്രം എന്ന് പറയുന്നതല്ല വിശുദ്ധി. പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പാപം ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് വിശുദ്ധി. പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പാപം ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് വിശുദ്ധി. ആരും സ്തോത്രം പറയുന്നില്ല. പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ പേരാണ് വിശുദ്ധി. ഹലോ, അടുത്തിരിക്കുന്നൊരു തൊട്ട് പറ, സാഹചര്യങ്ങൾ ജയിക്ക്. സാഹചര്യം നിന്നെ ജയിക്കല്ലേ. യേശുവിൻ്റെ നാമത്തിൽ സാഹചര്യത്തെ നീ ജയിക്ക്. സാഹചര്യം പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പാപം ചെയ്യുന്നില്ല. കാര്യം എന്താ? അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥനാ മനുഷ്യൻ എന്നാണ് യാക്കോബ് പറഞ്ഞത്. ഇവൻ പ്രാർത്ഥിക്കുകയാണ്, അവൻ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിപ്പാൻ വേണ്ടി അവിടെ പോയത്. സ്തോത്രം. സീദോനിലേക്ക് പോകുകയാണ്. അച്ചടക്കം എന്തെന്ന് മനസ്സിലാക്കിയ 2 നേരം ഭക്ഷണം കഴിച്ച അച്ചടക്കത്തിൻ്റെ സ്തോത്രം നിർവചനം മനസ്സിലാക്കിയ സ്തോത്രം ദൈവദാസൻ പോകുകയാണ്. വിശ്വാസത്തിന് മനുഷ്യൻ ഇപ്പോൾ പോകുകയാണ്. സ്തോത്രം. സാരഫാത്തിൽ നിന്ന് സ്തോത്രം ഇവിടെ കെരീതിൽ നിന്ന് അവന് കിട്ടിയത് അച്ചടക്കത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും സ്തോത്രം അനുഭവമാണ്. അവൻ്റെ വിശ്വാസത്തിൻ്റെ മസിലുകളെ കർത്താവ് ബലപ്പെടുത്തിയ ശേഷം ഇതാ സീദോനിലേക്ക് അയച്ചിരിക്കുന്നതാണ്. അവിടെ ഇതാ വിധവയായ സ്ത്രീ മാത്രമല്ല, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ബാലിൻ്റെ ക്ഷേത്രം.
അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാലിൻ്റെ ക്ഷേത്രം, ബാലിൻ്റെ ഹെഡ് ക്വാർട്ടർ, സ്തോത്രം, അത് എവിടെയാണ്? ബാലിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? സീദോനിലാണ്. ചില ഹെഡ് ക്വാർട്ടറുകൾ ഈ മണിക്കൂറുകൾ നമുക്ക് തകർക്കാനുണ്ട്. ചില ഹെഡ് ക്വാർട്ടർ ഈ മണിക്കൂറിൽ നമുക്ക് തകർക്കാനുണ്ട്. ചില ഹെഡ് ക്വാർട്ടർ, ഈ ഹെഡ് ക്വാർട്ടർ തകർക്കാൻ വേണ്ടി പോകുന്നത് നോട്ടീസ് അടിച്ചിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞങ്ങൾ പോവാ കേട്ടോ, ഞങ്ങൾ നോർത്ത് ഇന്ത്യ പോവാണ് കേട്ടോ, ഞങ്ങൾ 18 പേര് ഈ വണ്ടിയിലുണ്ട്, സ്തോത്രം, അതെ കർത്താവ് ഒഴികെ എല്ലാവരും ഈ വണ്ടിയിലുണ്ട്, ഞങ്ങൾ അതിൻ്റെ പേര് പിക്നിക്കാണ്. എന്നാൽ ഏലിയാവ്, സ്തോത്രം, ഏലിയാവിൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും, സ്തോത്രം, മറ്റുള്ളവരോട് പറയത്തില്ല. പലരുടെ ശുശ്രൂഷ പരസ്യമാണ്. എന്നാൽ പരസ്യം ചെയ്യുന്നവൻ പരസ്യ കോലം ആയിത്തീരും. എന്നാൽ രഹസ്യത്തിൽ ചെയ്യേണ്ടതാണ് സ്പിരിച്വൽ വാർഫെയർ, സ്പിരിച്വൽ മാപ്പിംഗ്. രഹസ്യത്തിൽ ജയിക്കുന്നവനാണ് പരസ്യത്തിലും ജയിക്കുന്നത്. രഹസ്യത്തിൽ ജയിക്കുന്നവനാണ് പരസ്യത്തിലും ജയിക്കുന്നത്. സ്തോത്രം. അവരിതാ സീദോനിൽ കടന്നു പോകുന്നു. വിശുദ്ധ പുരുഷനായി അവനവിടെ കടന്നു പോവുകയാണ്. ഈ ചിലയിടങ്ങളിൽ പ്രാർത്ഥിപ്പാൻ വേണ്ടി ചില പോകും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ഇനിയും സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന സപ്പോർട്ട് മാത്രമല്ല, സ്തോത്രം, പൈസയുടെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഞാൻ പറയട്ടെ, വിശുദ്ധിയിലാണ് അവർ പോകേണ്ടത്. തമ്മിലടിച്ചല്ല പോകേണ്ടത്, ഭിന്നിച്ചല്ല പോകേണ്ടത്, വഴക്കുണ്ടാക്കിയല്ല പോകേണ്ടത്, വിശുദ്ധിയിലാണ് പോകേണ്ടത്. കാരണം ഇത് തീക്കളിയാണ്. സ്തോത്രം, വിശുദ്ധിയിലാണ് പോകേണ്ടത്. അവൻ പോയി, സ്തോത്രം, വിശുദ്ധിയിൽ അവിടെ 3 വർഷം പാർക്കുകയാണ്. പാപം ചെയ്യാൻ സാഹചര്യമുള്ളതായ വിധവയുടെ വീട്ടിൽ, അവളുടെ ചുറ്റുപാട്, അവളുടെ ഹൗസ് ഹോൾഡ്, അവളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവിടെ ഇതാ, സ്തോത്രം, അവൻ വിശുദ്ധിയിൽ ജീവിക്കുകയാണ്. ഏലിയാവ് എന്തൊരു വിശുദ്ധനായ മനുഷ്യനാണ്. 3 വർഷം പാപം ചെയ്യാതെ അവനിതാ, സ്തോത്രം, വിശുദ്ധിയിൽ ജീവിക്കുകയാണ്. സ്തോത്രം. ഏലിയാവ് വിശുദ്ധിയിൽ ജീവിച്ചെന്ന് ബ്രദർ സുരേഷ് ബാബു എങ്ങനെയാണ് പറഞ്ഞത്? ഏലിയാവിൻ്റെ വിശുദ്ധി കാണണമെങ്കിൽ എലീശായുടെ വിശുദ്ധി നോക്കിയാൽ മതി. ഏലിയാവിൻ്റെ വിശുദ്ധി കാണണമെങ്കിൽ എലീശായുടെ വിശുദ്ധി നോക്കിയാൽ മതി. ഒരു ഡൈയിൽ, ഒരു അച്ചിൽ ഉളവായി വരുന്നതായ പാത്രം നോക്കിയാൽ അറിയാം അച്ച എങ്ങനെ ഇരിക്കുമെന്ന്. സ്തോത്രം. ഒരു ആത്മീയ ലീഡർ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ അവനിലൂടെ ഉളവായി വന്നതായ ശിഷ്യന്മാർ നോക്കിയാൽ മതി. സ്തോത്രം. നിങ്ങൾ ഉറങ്ങിയില്ലെന്ന് വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. 2 കരങ്ങൾ ഉയർത്തി ബേഥേലുകാർ ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ബേഥേലിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രാസംഗികന്മാര്, ബേഥേലിൽ ഇറങ്ങിപ്പോയതായ, സ്തോത്രം, അപ്പോസ്തലന്മാര്, ബേഥേലിൽ നിന്ന് ഇറങ്ങിപ്പോയതായ ദൈവദാസന്മാര്, അവരുടെ സക്സസ് നോക്കിയാൽ മതി. ബേഥേലിൻ്റെ അങ്കിളിൻ്റെ സക്സസ്, പാസ്റ്റർ എം എ വർഗീസിൻ്റെ സക്സസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എക്സാക്ട്ലി ദ സെയിം മാനർ. സ്തോത്രം. അതെ, ഏലിയാവിൻ്റെ, സ്തോത്രം, വിശുദ്ധി കാണണമെങ്കിൽ എലീശായിലേക്ക് നോക്കിയാൽ മതി. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായമാണ് തോന്നുന്നു. അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഏലീശായും വിശുദ്ധനായ ഒരു പുരുഷനായിരുന്നു. സ്തോത്രം. ഏലിയാവ് സാരഫാത്തിലെ വിധവയുടെ വീട്ടിൽ പോയെങ്കിൽ എലീശാ പോയ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ, സ്തോത്രം, സ്ത്രീയുടെ പേരാണ് ശൂന്യംകാരത്തി. 2 രാജാക്കന്മാരുടെ പുസ്തകം, സ്തോത്രം, 4-ാം അധ്യായം 9-ാം വാക്യം. അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്, എലീശായെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, എലീശായെക്കുറിച്ചാണ് പറയുന്നത്. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ പോകുന്ന അയാളെ കണ്ണത്ര ശരിയല്ല, പുള്ളിയുടെ നോട്ടം അത്ര ശരിയല്ല എന്നല്ല അവൾ പറഞ്ഞത്. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ പോകുന്ന ഇയാൾ എന്തേലും ചിക്കിലി കിട്ടും, ജോർജൂട്ട് കിട്ടും എന്ന് വിചാരിച്ച് കയറി വരുന്നു എന്നല്ല അവൾ പറഞ്ഞത്. അവൾ പറഞ്ഞത്, നമ്മുടെ വഴിയായി കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷനാണ്. വിശുദ്ധനായൊരു ദൈവപുരുഷൻ. സ്വന്തം കരമാറോട് ചേർത്ത് വെച്ചു പറ, ഞാൻ വിശുദ്ധനായ ദൈവപുരുഷൻ ജീവിച്ചോട്ടെ, ഞാൻ വിശുദ്ധനായ ദൈവപുരുഷൻ. ആ ക്ലാസ്സിൽ ജീവിച്ചോട്ടെ, ഞാൻ വിശുദ്ധനായ ദൈവപുരുഷൻ. ലോകത്തിൽ അശുദ്ധി കൊണ്ട് നിറയുമ്പോൾ ഞാൻ വിശുദ്ധനായ ദൈവപുരുഷൻ. ഇപ്പം നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലേ? എപ്പോൾ മാനസാന്തരപ്പെടും? ഇപ്പം വിശുദ്ധനായില്ലെങ്കിൽ എപ്പോൾ വിശുദ്ധനാകും? ഈ കൊറോണ കാലം നമ്മൾ കുറച്ചുകൂടെ നന്നാകാൻ വേണ്ടി ദൈവം തന്നിരിക്കുക. ഇപ്പോൾ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് മാനസാന്തരപ്പെടുന്നത്? ഞാൻ വിശുദ്ധ ദൈവപുരുഷൻ, അയാൾ വിശുദ്ധനായ ദൈവപുരുഷൻ എന്ന് ശൂന്യംകാരത്തി എലീശായെക്കുറിച്ച് സാക്ഷി പറയുകയാണ്. അതുകൊണ്ട് ഒരു റൂം അവരെ ഉണ്ടാക്കി. നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. സ്തോത്രം. ഒരു നാൽക്കാരി, ഒരു മേശ, ഒരു കിടക്ക, ഒരു നിലവിളക്ക്, എക്സെട്ര. അവൻ വന്ന് പലവട്ടം ആ വീട്ടിൽ പാർത്തു. പലവട്ടം എലീശ വന്ന് ശൂന്യംകാരത്തിയുടെ വീട്ടിൽ പാർത്തു. പലവട്ടം അവൾ വന്ന് പാർത്തു. പലവട്ടം അവിടെ വന്ന് പാർത്തു. ഭക്ഷണം കഴിച്ചു, പാർത്തു, ഭക്ഷണം കഴിച്ചു. പല ദിവസം കഴിഞ്ഞിട്ടും എലീശ ഇപ്രകാരമാണ് തൻ്റെ PA ചോദിക്കുന്നത്, തൻ്റെ അസോസിയേറ്റ് പാസ്റ്ററോട് ചോദിക്കുന്നത്. എലീശ തൻ്റെ അസോസിയേറ്റ് പാസ്റ്ററോട് ചോദിക്കുന്നത്. പല സ്ഥലങ്ങളിൽ, നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, പല സ്ഥലങ്ങളിൽ ഈ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ തലവേദനയാണ്. ആരും വന്നിട്ടില്ലല്ലോ, ഇവിടെ ആരും വന്നിട്ടില്ല.
ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയല്ലേ. സ്തോത്രം. പലയിടത്തും ഈ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 അസോസിയേറ്റ്സ് ഉണ്ടെങ്കിൽ 50,000 തലവേദന ഉണ്ടായിരിക്കും. സ്തോത്രം. നമുക്ക് ഇവിടെ ഇതാ ഈ അസോസിയേറ്റ്സ് ഗേഹസിയോട് ഇപ്രകാരം പറഞ്ഞു, ഗേഹസിയെ ഇവളിത്രയും ആഹാരം നമുക്ക് തരുന്നു, ഇത്രയും നമ്മളെ ഉപചരിക്കുന്നു, നല്ല റൂം തന്നിട്ടുണ്ട്, നല്ല കിടക്ക, നല്ല നാൽക്കാലി, നല്ല മേശ, നല്ല നിലവിളക്ക് എല്ലാം തന്നിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. അതാണ് ദൈവത്തിൻ്റെ ദാസൻ. എന്ത് കിട്ടും എന്ന് പറയുന്നതല്ല, എന്ത് അവൾക്കും കൂടെ ചെയ്യാം എന്നാണ് ദൈവദാസൻ ചോദിക്കുന്നത്. 2 രാജാക്കന്മാർ 4:14 വായിക്കുമ്പോൾ, എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് എലീശ ഗേഹസിയോട് ചോദിച്ചു. എന്ത് ചെയ്യാം? അല്ലാതെ ദശാംശം, സ്തോത്രക്കാച്ച ദേശാംശം എന്ന് പറഞ്ഞ് ജനത്തെ കറവ പശുവാക്കുന്നതല്ല ശുശ്രൂഷ. ഒരിക്കൽ കൂടെ, ജനത്തെ കറവ പശുവാക്കുന്നെങ്കിൽ അത് ശുദ്ധ ബിസിനസ് ആണോ? ശുദ്ധ ബിസിനസ്. എന്നാൽ സ്തോത്രം, നമുക്ക് അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ അതുവരെ എലീശ കാണാത്ത ഒരു വെളിവുകേട് ഗേഹസി പറയുകയാണ്. എലീശയ്ക്ക് വെളിപ്പാടുണ്ട്, ഗേഹസിക്ക് വെളിവുകേടുണ്ട്. എലീശ വന്ന് ആത്മമണ്ഡലം കാണുകയാണ്. ദൂതന്മാർ ഇറങ്ങുന്നതും സ്വർഗം തുറക്കുന്നതും. സ്തോത്രം. ഇങ്ങനെ ആത്മമണ്ഡലം കണ്ട് ജീവിച്ച മനുഷ്യനാണ് എലീശ. അങ്ങേതിലെ അപ്പുറത്തുള്ള ആ ഫോറിൻ രാജ്യത്തിലുള്ള രാജാവ് കിടപ്പറയിൽ പറയുന്നത് പോലും ഇപ്പുറത്തിരുന്ന് പറയുന്ന മനുഷ്യനാണ്. സ്തോത്രം. അതെ, എലീശ അത്ര വലിയ വെളിപ്പാടിൻ്റെ മനുഷ്യനാണ്. അവനൊരു സ്തോത്രം. അതെ, അവന് വാനനിരീക്ഷണം പോലെ എലീശ ആത്മമണ്ഡലം കാണുമ്പോൾ, സ്തോത്രം, ഗേഹസി ഭൂമിശാസ്ത്രജ്ഞനാണ്, അവൻ താഴോട്ടാണ് നോക്കുന്നത്. അങ്ങനെയുള്ളവർ ഇന്നുമുണ്ട്. സ്തോത്രം. സഭയിലിരിക്കുന്ന ആത്മീയർ സ്വർഗത്തെ നോക്കുമ്പോൾ, സ്വർഗമണ്ഡലം കാണുമ്പോൾ, ഇന്നും ഭൂമിയെ കാണുന്നവർ, ഭൗമമണ്ഡലം കാണുന്നവർ. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, ഏതൊക്കെ സാഹചര്യമാണെന്ന് പറഞ്ഞ് ഭൗമമണ്ഡലം കാണുന്നവർ. സ്തോത്രം. ഏലിയാവിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അതാണ്. എലീശായുടെ വിശുദ്ധി അതാണ്. എലീശായുടെ വിശുദ്ധി ഏലിയാവിൽ നിന്ന് കിട്ടിയത്. അവൻ ആ വീട്ടിൽ പോയി, പലവട്ടം ഭക്ഷണം കഴിച്ചു, പലവട്ടം പാർത്തു. പക്ഷേ ഇവർക്ക് മക്കളില്ല എന്ന് ആർക്കറിയത്തില്ല? എലീശായ്ക്ക് അറിയത്തില്ല. ഒരിക്കലൂടെ പലവട്ടം സ്തോത്രം ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചു, താമസിച്ചു. പക്ഷേ സ്തോത്രം, ഈ ശൂന്യംകാരത്തിക്ക് മക്കളില്ലെന്ന് എലീശായ്ക്ക് അറിയത്തില്ല. പലവട്ടം പോയി, ഇവൾക്ക് മക്കളില്ല, ഇവളുടെ ഭർത്താവ് വൃദ്ധനാണെന്ന് എലീശായ്ക്ക് അറിയത്തില്ല. 2021 ദൈവദാസന്മാരാണെങ്കിൽ ഒറ്റ സെഷൻ മതി. ഒന്നാമത്തെ ആഹാരം കഴിക്കണ്ട, ചായ കിട്ടിയാൽ മതി. അപ്പം തന്നെ സ്തോത്രം, അവളെ ആകെ മൊത്തം ടോട്ടൽ എക്സ്റേ സ്കാനിങ് മുഴുവൻ എടുത്തിരിക്കും. സ്തോത്രം. സിസ്റ്റർ, എന്നാ കുഴപ്പം? എന്താ ആവശ്യം? എത്ര മക്കൾ? അയ്യോ, മക്കളില്ലയോ? എന്തുകൊണ്ടാണ് മക്കളില്ലാത്ത? ആരാ കല്യാണം കഴിപ്പിച്ചേ? ആരാ ഈ ആലോചന കൊണ്ടുവന്നേ? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്ത? നിന്റെ കുഴപ്പമാണോ? സ്തോത്രം. അതെ, ഡോക്ടർ കുഴപ്പമാണോ? ഭർത്താവിൻ്റെ കുഴപ്പമാണോ? ആരാ കുഴപ്പമാ? സ്തോത്രം. ഞാൻ പറയട്ടെ, സ്റ്റോപ്പ് ഇറ്റ്. അതിൻ്റെ പേരല്ല സുവിശേഷമല്ല. സ്തോത്രം. യഥാർത്ഥ ആത്മീയനെങ്കിൽ നീ ഭൗതികമല്ല നോക്കുന്നത്, നീ ഭൗമമണ്ഡലമല്ല നോക്കുന്നത്, നീ ആത്മമണ്ഡലമാണ് നോക്കുന്നത്. എലീശയ്ക്ക് അറിയത്തില്ല, അവൾക്ക് മക്കളില്ല എന്ന് അറിയത്തില്ല. അത്ര വലിയ വിശുദ്ധനായിരുന്നു. സ്തോത്രം. അതെ, എലീശ. ആ വിശുദ്ധിയുടെ ആവരണം അവന് കിട്ടിയത് ഏലിയാവിൽ നിന്നാണ് കിട്ടിയത്. അവനിവിടെ 3 വർഷക്കാലം ആ വീട്ടിൽ പാർത്തു. എവിടെ? സ്തോത്രം. ഏലിയാവ് കടന്നു വന്നാട്ടെ. ഇപ്പോൾ ഇനി ഏലിയാവിനെ കുറിച്ച് പറയാം. ഏലിയാവ് സീദോനിൽ 3 വർഷം വിശുദ്ധിയിൽ സൂക്ഷിച്ചു. അവൻ പ്രാർത്ഥിക്കുകയാണ്. അതൊരു ആത്മയുദ്ധമാണ്. ആത്മയുദ്ധം എന്ന് പറയുന്നത് സ്തോത്രം വിശുദ്ധിയിൽ ചെയ്യേണ്ടതാണ്. ആത്മയുദ്ധം എന്ന് പറയുന്നത് വിശുദ്ധിയിൽ ചെയ്യേണ്ടതാണ്. വിശുദ്ധിയിൽ ചെയ്താൽ തിരിച്ചടിക്കത്തില്ല. അശുദ്ധിയിൽ ചെയ്താൽ വല്ലതും കിട്ടും. സ്തോത്രം. വിശുദ്ധിയിൽ ആത്മയുദ്ധം ചെയ്താൽ തിരിച്ചടിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ ട്രിവാൻഡ്രക്കാർ പറയും, സ്തോത്രം, ഉണക്കമീൻ കൊണ്ട് പട്ടിയെ തല്ലിയാൽ പട്ടി തിരിച്ചു കടിക്കും. ഉണക്കമീൻ കൊണ്ട് പട്ടിയെ തല്ലിയാൽ പട്ടി തിരിച്ചു കടിക്കും. പക്ഷെ തീവട്ടി കൊണ്ട് തല്ലിയാൽ പട്ടി ഓടിപ്പോക. ചിലർ പറയും, ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു, എനിക്ക് തലവേദന വന്നു, ആ കുഞ്ഞിന് മേൽ കൈവച്ചു, ആ പ്രയാസം എനിക്കുണ്ടായി. ആ വീട്ടിൽ പോയി അങ്ങനെ ചെയ്തു, എൻ്റെ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു. അവിടെ പോയി ഞാൻ അങ്ങനെ കാണിച്ചു, എനിക്കിങ്ങനെ വന്നു. തിരിച്ചടിച്ചു. ഞാൻ പറയട്ടെ, ഇത് തിരിച്ചടി പുസ്തകമല്ല, ഇത് ജയത്തിൻ്റെ പുസ്തകമത്രേ. ഇത് തിരിച്ചടി പുസ്തകമല്ല, ഇത് ജയത്തിൻ്റെ പുസ്തകം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് കള്ളമാണ്. അവൻ്റെ കയ്യിലിരിപ്പ് എന്തോ കുഴപ്പമുള്ളതാണ്. അവൻ്റെ കയ്യിലിരിപ്പിൽ ഉണക്കമീനുണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞിട്ട് തീവട്ടി പിടിക്കണോ, വിശുദ്ധിയിൽ ജീവിക്കണോ, വിശുദ്ധിയിൽ നിന്ന് ശുശ്രൂഷിക്കണോ, ഒരു ഭൂതവും തിരിച്ചടിക്കത്തില്ല.
അപ്പോഴേ ബ്രദറെ ഒരു സംശയം, മറ്റേ വെളിച്ചപ്പാടത്തിയുടെ ഭൂതത്തെ പൗലൂസ് പുറത്താക്കിയത് കൊണ്ടല്ലേ അവനെയും ശിലാസിനെയും പിടിച്ച് ജയിലിലിട്ടത്? അപ്പം അതോ വെളിച്ചപ്പാടത്തിയുടെ ഭൂതത്തെ മുഷിഞ്ഞു പൗലൂസ് ശാസിച്ചത് കൊണ്ടല്ലേ അവനെ പിടിച്ച് ജയിലിലിട്ടത്, അടിച്ച് മുറിവുണ്ടാക്കി കയ്യും കാലും ചങ്ങലയ്ക്ക് ഇട്ടത്? ഇനി അങ്ങനെയാണെന്ന് വച്ചോ, പക്ഷെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേ ജയിലില്ല, ജയില് പൊളിഞ്ഞു. സ്തോത്രം, ജയിലർ സ്നാനപ്പെട്ടു. അതിൻ്റെ പേരാണ് ശുശ്രൂഷ. സ്തോത്രം. ഭൂതത്തെ അവൻ ശാസിച്ചു. ഭൂതം എന്തെങ്കിലും അവർക്ക് ഡാമേജ് വരുത്തിയെങ്കിൽ ആ ഇട്ടതായ ജയിലിനെ അവർ പൊളിച്ചു കളഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, എന്തെങ്കിലും സെറ്റ് ബാക്ക് പിശാച് നിനക്ക് വരുത്തുന്നുവെങ്കിൽ ഫൈറ്റ് ബാക്ക് ചെയ്യാൻ നീ ഒരിക്കലും മറന്നു പോകല്ലേ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സാത്താനേ നീ എൻ്റെ മുടി വെട്ടിയാൽ ഞാൻ നിന്റെ തല വെട്ടും. പിശാചേ നീ എൻ്റെ മുടി വെട്ടിയാൽ ഞാൻ നിന്റെ തലവെട്ടും. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ജീവിച്ച് ചെയ്യേണ്ടതല്ല, വിശുദ്ധിയിൽ ജീവിച്ച് ചെയ്യേണ്ടതാണ്. 3 വർഷക്കാലം അവിടെ ഏലിയാവ് വിശുദ്ധിയോടെ ജീവിച്ചു. 3 വർഷക്കാലം വിശുദ്ധിയോടെ ജീവിച്ചു. അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. യാക്കോബ് 5:17. 3 വർഷം അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ സ്തോത്രം, അവിടുത്തെ ദേശാധിപതി ശക്തിയായ ബാലിൻ്റെ ശക്തി നിർവീര്യമായി, പൈശാചിക മണ്ഡലങ്ങൾ നിർവീര്യമായി. ഈ ദിവസം ആത്മനിർവ്വൽ വായു തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ. ദൈവസഭ തഴക്കട്ടെ. സ്തോത്രം. അതെ, ദേശാധിപതി ശക്തികൾ നിർവീര്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കമോൺ, 30 സെക്കൻഡ് ഞാൻ തരുന്നു. 2 കരങ്ങളെ അടിച്ച് എല്ലാവരും ശബ്ദമുയർത്തി ആത്മനിർവ്വൽ ദൈവത്തെ ആരാധിച്ചാട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ജയമടിക്കുകയാണ്. ദേശത്ത് വ്യാപരിക്കുന്നതായ സകല മരണശക്തികൾ, സകല അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ. നിർവീര്യമാകട്ടെ. രോഗശക്തികൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. എല്ലാ റെസ്പിറേറ്ററി സിസ്റ്റം നോർമൽ ആകട്ടെ. എല്ലാ ശ്വാസം മുട്ടലുകൾ മാറിപ്പോകട്ടെ. എല്ലാ വൈറസുകൾ നീങ്ങട്ടെ. എല്ലാ ക്യാൻസറിന്റെ കെട്ടുകൾ അഴിയട്ടെ. സകല ബലഹീനതകൾ യേശുവിന്റെ നാമത്തിൽ മറയട്ടെ. വ്യക്തികൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെയുള്ള പിശാചിന്റെ സകല പദ്ധതികൾ തകിടം മറിയട്ടെ. ഇൻ ജീസസ് നെയിം. ഈ നല്ല ഉപവാസത്തിന്റെ ഈ പകൽക്കാലം ഞങ്ങൾക്ക് തമ്മിൽ 100 കണക്കിന് കിലോമീറ്റർ ഉണ്ടെങ്കിലും there is no distance in prayer. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും അകലമില്ലല്ലോ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ആർപ്പിടിക്കുകയാണ്. കമാൺ, വായു തുറന്ന് ഒരുമിച്ച് ആർപ്പിട്ടാട്ടെ. ദേശാധിപതിയുടെ ശക്തി നിർവീര്യമാകട്ടെ. അന്ധകാരത്തിന്റെ ശക്തികൾ നിർവീര്യമാകട്ടെ. ഡിഫ്യൂസ് ഇറ്റ് ഇൻ ജീസസ് നെയിം. നിർവീര്യമായി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ദേശത്തിന്റെ താക്കോൽ ദൈവത്തിന്റെ ജനം ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന്റെ കയ്യിലായിരിക്കും ദേശത്തിന്റെ നിയന്ത്രണം, പട്ടണത്തിന്റെ നിയന്ത്രണം. കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ ബില്ലി ഗ്രഹാം ലൈബ്രറിയിൽ നോർത്ത് കരോലിനയിലെ ഷാർലറ്റിലായിരുന്നു. സ്തോത്രം. ബില്ലി ഗ്രഹാം ലൈബ്രറി പലവട്ടം ഞാൻ പോയിട്ടുണ്ട്. ഇപ്രാവശ്യം പോയപ്പോൾ ഈ 3 ആഴ്ച മുമ്പ് ഞാൻ കണ്ടതായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല പട്ടണങ്ങളുടെ താക്കോൽ ബില്ലി ഗ്രഹാമിൻ്റെ കയ്യിൽ. സ്തോത്രം. അതെ, ആ പട്ടണത്തിൻ്റെ മേയർമാർ കൊടുത്തിരിക്കുകയാണ്. ഈവൻ താപ്പേ, അതുപോലെ ടോക്കിയോ, പല പട്ടണങ്ങൾ, പല അന്യ രാജ്യങ്ങൾ, അമേരിക്ക മാത്രമല്ല പല അന്യ രാജ്യങ്ങളുടെ പട്ടണങ്ങളുടെ താക്കോൽ. എനിക്ക് മനസ്സിലായി അത് ഒരു സുവിശേഷം പറവാനും ഒരു ദൈവത്തിൻ്റെ ദാസൻ ആ പട്ടണത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുള്ളതായ വചനമാരിയുടെ സാന്നിധ്യം നിമിത്തം സ്തോത്രം, ആ പട്ടണത്തെ തുറന്നോളൂ, ആ പട്ടണത്തിലുള്ള ആത്മാക്കളെ വിടുവിച്ചോളൂ എന്ന പോലെ പട്ടണത്തിൻ്റെ താക്കോൽ അക്ഷരികമായ ടേബിളിൽ പല പട്ടണങ്ങളുടെ പേരെഴുതിയ താക്കോൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ പട്ടണത്തിൻ്റെ താക്കോൽ ഏറ്റെടുക്ക്. ആത്മാവിൽ പട്ടണത്തിൻ്റെ താക്കോൽ ഏറ്റെടുക്ക്. സ്തോത്രം പറയോ. കർണാടകയുടെ താക്കോൽ ഏറ്റെടുക്ക്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയുടെ താക്കോൽ ഏറ്റെടുക്ക്. ഒരു താക്കോൽ കിലുക്കം ഈ അന്തരീക്ഷത്തിൽ ഞാൻ പ്രവചിക്കുന്നു. ഒരു താക്കോൽ കിലുക്കം ഉണ്ടാകട്ടെ. ഒരു താക്കോൽ കിലുക്കം നിങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ ഇതുവരെ
പറഞ്ഞിട്ടില്ല. സ്തോത്രം. അതെ, ഒരു താക്കോൽ കിലുക്കമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്ന സകലതിനെ തുറക്കുവാൻ, ഗുപ്ത നിക്ഷേപങ്ങളെ തുറക്കുവാൻ ഒരു താക്കോൽ കിലുക്കം ഈ അന്തരീക്ഷത്തിൽ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ. പല സഭകൾക്ക് കയറാൻ കഴിയാത്ത, ക്രൈസ്തവ മണ്ഡലത്തിന് കയറി ചെല്ലാൻ കഴിയാത്തതായ മേഖലകളിൽ പഴയ വാതിലുകളെ തുറക്കുവാൻ താക്കോൽ കിലുക്കങ്ങൾ ഉണ്ടാകട്ടെ. ആ താക്കോൽ പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിൽ കടന്നു വരും. ഏലിയാവ് ആ താക്കോൽ ഏറ്റെടുത്തു. സീദോന്റെ താക്കോൽ ഏലിയാവ് ഏറ്റെടുത്തു. താക്കോൽ കിട്ടിയെന്ന് എങ്ങനെ അറിയാം? താക്കോൽ കിട്ടിയെന്നറിഞ്ഞതിൻ്റെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു ആ ചെറുക്കൻ തട്ടിപ്പോയത്. താക്കോൽ തൻ്റെ കയ്യിൽ വന്നു എന്നതിൻ്റെ ടെസ്റ്റ് ഡോസാണ് ആ വിധവയുടെ മകൻ സ്തോത്രം മരിച്ചു പോയത്. ചില തിന്മകൾ നിൻ്റെ ജീവിതത്തിൽ വരുന്നത് ഇപ്പോഴും താക്കോൽ നിൻ്റെ കയ്യിലുണ്ടെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ചില പ്രശ്നം നിൻ്റെ മുൻപിൽ വരുന്നത് അവന്മാരുടെ കയ്യിലല്ല, താക്കോൽ നിൻ്റെ കയ്യിലാണ് താക്കോൽ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന് ചില പ്രശ്നം നിനക്കുണ്ടെങ്കിൽ താക്കോൽ നിൻ്റെ കയ്യിലാണ്. നിനക്ക് തുറക്കാനും പറ്റും, നിനക്ക് അടയ്ക്കാനും പറ്റും. അനന്തരം വീട്ടുകാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കിടത്തിട്ട് അവന് ശ്വാസമില്ല, അവൻ മരിച്ചുപോയി. അപ്പോൾ സ്തോത്രം, അവൾ ഏലിയാവിനോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ചെയ്യിപ്പിക്കേണ്ടതിന് എന്നല്ല അവൾ പറഞ്ഞത്. എന്നെ പാപം ചെയ്യിപ്പിക്കേണ്ടതിന് നീ വന്ന് എൻ്റെ വീട്ടിൽ പാർത്തു എന്നല്ല. നീ എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്നല്ല. നീ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ച എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് എനിക്ക് നഷ്ടം വരുത്തി എന്നല്ല. നീ എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്നല്ല അവൾ പറഞ്ഞത്. എന്നെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിന്, എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നു നീ എൻ്റെ അടുക്കൽ. പാപം ഓർപ്പിക്കേണ്ടതിനും എന്ന് വെച്ചിട്ട് അവാടെ ആരാ പാപം ഓർപ്പിക്കുന്നത്? ഒരു സെമിനാരിയും പാപം ഓർപ്പിപ്പാൻ കഴിയത്തില്ല. ഒരു സാറിനും പാപം ഓർപ്പിക്കാൻ കഴിയത്തില്ല. ഒരു പ്രാസംഗികനും പാപത്തെ ഓർമ്മിപ്പിക്കാൻ കഴിയത്തില്ല. യോഹന്നാൻ 16:8 പാപത്തെ ഓർമ്മിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. പാപത്തെ ഓർമ്മിപ്പിക്കുന്നവൻ പരിശുദ്ധാത്മാവ്. അർത്ഥം ഇവൾ ചോദിക്കുന്ന അതാ, നീ പാപം ഓർപ്പിക്കുന്നതിനാ എൻ്റെ അടുത്ത് വന്നത്. അർത്ഥം 3 വർഷം അവൻ അവിടെ പാർത്തത് മിസ്റ്റർ ഹോളി സ്പിരിറ്റ് ആയിട്ടാണ്. ഓ ഗ്ലോറി. എൻ്റെ പേരാണ് വിശുദ്ധി. പരിശുദ്ധാത്മാവ് പാർക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിവാസികളാകുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിവാസമാകുന്ന നമുക്ക് പാർക്കാം. എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നു നീ വന്നത്. നിങ്ങൾക്കറിയാം ആ ഭാഗം. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞ് എഴുന്നേറ്റു. കാരണം 3 വർഷക്കാലം ഏലിയാവ് പ്രാർത്ഥിക്കുകയായിരുന്നു. സീദോനിലിരുന്ന് 3 വർഷക്കാലം ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ബാലിൻ്റെ ശക്തികൾ തകർന്നു പോയതുപോലെ യേശുവിന്റെ നാമത്തിൽ പേപ്പർ താഴെയിട്. TV ന്യൂസ് വളരെ 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 കുറച്ച് കാണ്. ഡെയിലി ഒന്ന് കണ്ടാൽ മതി. അല്ലാതെ ഒരു ന്യൂസ് കണ്ട് അത് തന്നെ വേറെ ചാനൽ കണ്ട് അടുത്ത ചാനൽ കണ്ട് അങ്ങനെ ന്യൂസ് അഡിക്റ്റ് ആകാതെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്ക്. ന്യൂസ് അഡിക്റ്റ് യേശുവിന്റെ നാമത്തിൽ അതൊരു കെട്ടാണ്, അതൊരു നുഖമാണ്. അത് നിന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ന്യൂസ് അല്ല നീ കൂടുതൽ കാണേണ്ടത്. വചനം കൂടുതലായി വായിക്ക്, വചനം കൂടുതലായി കേൾക്ക്, കൂടുതൽ നേരം ആത്മാവിൽ പ്രാർത്ഥിക്ക്. സ്തോത്രം. അങ്ങനെ 3 വർഷക്കാലം അവൻ പ്രാർത്ഥിച്ചപ്പോൾ ബാലിനെ അവൻ പൂട്ടി. ബാല് തുറന്നു വിട്ടിരുന്നു എങ്കിൽ ആ ചെറുക്കൻ എഴുന്നേൽക്കത്തില്ലായിരുന്നു. ബാലിൻ്റെ ശക്തി ബന്ധിക്കപ്പെട്ടു. പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. കൊറിയയിലെ അന്ധകാര ശക്തിയെ യോങ്കിച്ചോ പറയും ഞങ്ങൾ പ്രാർത്ഥിച്ച് കെട്ടിയിരിക്കുകയാണ്. സ്തോത്രം. 3500 വർഷങ്ങൾക്ക് മുമ്പ് സീദോൻ്റെ അന്ധകാര ശക്തിയെ ഞാനിതാ പ്രാർത്ഥിച്ച് കെട്ടിയിരിക്കുന്നു എന്ന് ഏലിയാവ് പറയും. സ്തോത്രം. പ്രാർത്ഥിച്ച് ആ ബാലിനെ ഞാൻ ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർമ്മേലിൻ്റെ മുകളിൽ അവൻ കയറി നിൽക്കുമ്പോൾ അവൻ പറയുന്നത് ഉറക്ക വിളിക്കുക. സ്തോത്രം. അവൻ ടോയ്ലറ്റിലായിരിക്കും, അവൻ ഉറക്കത്തിലായിരിക്കും, അവൻ യാത്രയിലായിരിക്കും. നിന്റെ ചാമിയെ ഉറക്ക വിളിക്ക്, നിന്റെ ചാമിയെ ഉറക്ക വിളിക്ക്. അങ്ങനെ ഏലിയാവ് പറയേണ്ട കോൺഫിഡൻ്റായി അവൻ പറഞ്ഞത്, ധൈര്യമായവൻ പറഞ്ഞത്, നിന്റെ ചാമിയെ പൂട്ടിയിട്ടാ ഞാനിവിടെ വന്ന് നിൽക്കുന്നേ. നിന്റെ ചാമിയെ പൂട്ടി കെട്ടിയിട്ടാ, നീ സേവിച്ചു നിർത്തുന്ന അതുണ്ടല്ലോ അതിനെ പൂട്ടി കെട്ടിയിട്ടാ ഞാനിവിടെ നിൽക്കുന്നേ. സഭാത് പറയട്ടെ, പാമ്പുകളെയും തെളികളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയ നാസരേന യേശുവിൻ്റെ നാമത്തിൽ അതിനെ പ്രാർത്ഥിച്ച് ബന്ധിക്കാം. ദേശാധിപതി ശക്തികളെ, പിശാചിൻ്റെ സ്തോത്രം വ്യാപാരങ്ങളെ പ്രാർത്ഥിച്ച് ബന്ധിക്കുക. സ്തോത്രം. ആ ഒറ്റ ഇൻസിഡൻ്റ്, ആ കുഞ്ഞെഴുന്നേറ്റ ഇൻസിഡൻറ്റിൽ ഏലിയാവിന് മനസ്സിലായി. സ്തോത്രം. ദേശത്തിൻ്റെ അധികാരത്തിൻ്റെ താക്കോൽ വേറെ വല്ലവരുടെയും കയ്യിലല്ല, എൻ്റെ കയ്യിലാണ്. ഹെഡ് ക്വാർട്ടറിനെ ഞാൻ പൂട്ടിയിരിക്കുന്നു. ഹെഡ് ക്വാർട്ടറിനെ പൂട്ടിയെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ ജയം നിശ്ചയമാണ്.
ഹെഡ് ക്വാർട്ടറിൽ പൂട്ടിയെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ ജയം നിശ്ചയമായി. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇത് വെബ് സ്ട്രീം ആയതുകൊണ്ട് എനിക്ക് പറയുന്നതിന് വളരെ ലിമിറ്റുണ്ട് കേട്ടോ. പല ഹെഡ് ക്വാർട്ടറുകൾ ഈ പാൻഡമിക് കണ്ടീഷനിൽ പൂട്ടപ്പെടട്ടെ. ആ ഹെഡ് ക്വാർട്ടറിൽ അന്ധകാര ശക്തി കാലമുള്ള കാലം അനങ്ങാതെ വണ്ണം അതിനെ അറസ്റ്റ് ചെയ്താട്ടെ ഇൻ ജീസസ് നെയിം. സ്തോത്രം. ഹെഡ് ക്വാർട്ടറിനെ പൂട്ടിയിട്ട് അവനിതാ മൂന്നാമത്തെ സ്ഥലത്തേക്ക് വരുന്നു. അതിൻ്റെ പേരാണ് സ്തോത്രം അതേ കർമ്മേൽ. ഒന്നാമത്തെ സ്ഥലം കെരീത് വിശ്വാസത്തിൻ്റെ സ്ഥലം. രണ്ടാമത്തെ സ്ഥലം സീദോൻ, അത് വിശുദ്ധിയുടെ സ്ഥലം. പാപം ചെയ്യാതെ പാപത്തെ ജയിച്ച് ജീവിച്ചു. 2 വിശുദ്ധിയുടെ സ്ഥലം. 1 വിശ്വാസം, 2 വിശുദ്ധി. നമ്പർ 3 3 വിശ്വസ്തത. 3 വിശ്വസ്തതയുടെ സ്ഥലം ദൈവം തേടുകയാണ്. സ്തോത്രം. വിശ്വാസമുള്ളവർ, വിശുദ്ധിയിൽ നിൽക്കുന്നവർ, വിശ്വസ്തന്മാരെ ദൈവം തേടുന്നു. സ്തോത്രം. ഇഫ് യു ആർ എ നേഷൻ ചേഞ്ചർ, രാജ്യത്തെ മാറ്റുന്നതായ ഒരു വ്യക്തിയാണ് എങ്കിൽ സ്തോത്രം, നീ വിശ്വാസത്തിൻ്റെ പുരുഷനായിരിക്കുക. നീ വിശുദ്ധിയിൽ നിൽക്കുന്നവനായിരിക്കുക. നീ നിശ്ചയമായി വിശ്വസ്തനായിരിക്കുക. വിശ്വസ്തതയുടെ സിമ്പലായിരുന്നു കർത്താവ് യേശു. ഗെത്സമനെ തോട്ടത്തിൽ അവൻ കയറിപ്പോയി പ്രാർത്ഥിക്കുമ്പോൾ കൈയും കാലും ഒന്നും കെട്ടിയിട്ടില്ലായിരുന്നു. അണ്ടർ അറസ്റ്റിലല്ല കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ കിടന്നത്. അവന് വേണമെങ്കിൽ ഗെത്സമനെ തോട്ടത്തിൽ നിന്ന് ഓടിപ്പോകാം. പക്ഷേ യേശു ക്രൂശിൽ നിന്ന് ഓടിപ്പോയില്ല. ഒരിക്കൽ കൂടെ, യേശു കർത്താവ് ക്രൂശിൽ നിന്ന് ഓടിപ്പോയില്ല. കർത്താവ് യേശു ക്രൂശിലേക്ക് ഓടി ക്രൂശിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അവൻ മുന്നോട്ട് പോയത്. നീ ഒരു ദൈവ പൈതലെങ്കിൽ പ്രശ്നം കണ്ട് നീ ഓടരുത്. പ്രശ്നത്തിലേക്ക് ഓടിപ്പോയി പ്രശ്നത്തെ നീ പരാജയപ്പെടുത്ത്. ആ പ്രശ്നത്തെ പരാജയപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോ. അയ്യോ കർത്താവേ, പ്രശ്നമൊന്നും അയക്കല്ലേ, ഞാൻ പാവമാണ്, സ്തോത്രം, ഞാൻ പാവവിശ്വാസിയാണ്, എനിക്ക് ഒരു പ്രശ്നവും തരല്ലേ എന്ന് ഭീരുക്കളാണ് പറയുന്നത്. എന്നാൽ സ്തോത്രം, ഒരു നല്ല സ്തോത്രം, ഒരു ബേർഡിനെ കുറിച്ച്, ഒരു പറവയെക്കുറിച്ച് ഞാൻ പറയും, ഒരു പക്ഷിയെക്കുറിച്ച് പറയട്ടെ. ആ പക്ഷിയുടെ പേരാണ് കഴുകൻ. ബാക്കിയുള്ള സകല പക്ഷികളും സ്തോത്രം കാറ്റിനെ ഭയക്കുമ്പോൾ കഴുകൻ പറയും, സ്തോത്രം, അതെ, ഐ ആം എ സ്റ്റോം ലവർ, ഞാൻ കാറ്റിനെ സ്നേഹിക്കുന്നവനാണ്. കഴുകൻ പറയും, ഞാൻ കാറ്റിനെ സ്നേഹിക്കുന്നവനാണ്. ആ കാറ്റടിക്കുവാനായി അവനിതാ കാത്തിരിക്കും. ആ കാറ്റടിക്കുമ്പോൾ അവൻ ചിറക് വിടർത്തുന്നു. ആ കാറ്റടിക്കുമ്പോൾ ചിറക് വിടർത്തി ആ കാറ്റ് അവനിതാ ഉയർത്തിയാണ്. കാറ്റ് കഴുകനെ ഉയർത്തുകയാണ്. അർത്ഥം, നിനക്കെതിരെ വീശുന്നതായ കാറ്റ്, നിനക്കെതിരെ വീശുന്നതായ കാറ്റ് അത് നിന്റെ ഡിമോഷൻ ഉള്ളതല്ല, അത് നിന്റെ പ്രൊമോഷൻ ഉള്ളതാണ്. നിനക്കെതിരെ വീശുന്നതായ കാറ്റ് നിന്നെ താഴേക്ക് കൊണ്ടുപോകുന്നതല്ല, നിന്നെ തകർക്കാനുള്ളതല്ല, നിങ്ങളെ ഉയർത്തുവാനുള്ളതാണ്. സ്തോത്രം. ഏലിയാവ് ഹല്ലേലൂയ വിശ്വാസത്തെ തെളിയിച്ച് വിശുദ്ധിയിൽ നിന്ന് മൂന്നാമത് കർമ്മയിൽ അത് വിശ്വസ്തതയുടെ സ്ഥലം. അത് വിശ്വസ്തതയുടെ സ്ഥലം. ആ വിശ്വസ്തതയുടെ സ്ഥലത്ത് ഏലിയാവ് ഇതാ സ്തോത്രം കയറിപ്പോയി. തിരുവചനം പറയുന്നു, ഇസ്രായേലിന്റെ 12 ഗോത്രസംഖ്യക്കൊത്തവണ്ണം, ഇസ്രായേലിന്റെ 12 ഗോത്രസംഖ്യക്കൊത്തവണ്ണം അവരിതാ യാഗപീഠം പണിയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം സ്തോത്രം അതെ 30-ാം വാക്യം. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. സ്തോത്രം. ഇസ്രായേൽ ഗോത്രത്തിന്റെ സംഖ്യക്കൊത്തവണ്ണം 12 ഗോത്രത്തെ റെപ്രസെന്റ് ചെയ്ത് അവനിതാ സ്തോത്രം അതെ 12 ഗോത്ര സംഖ്യക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. ഒന്നിനെ പോലും കളഞ്ഞില്ല. നീ ഒരു രാജ്യം സ്തോത്രം വിടിവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരുത്തനെ പോലും കളയല്ല, ഒരുത്തനോട് പോലും കൈപ്പോടെ ഇരിക്കല്ല. സ്തോത്രം. ഒരിക്കൽ കൂടെ ആ വാക്യം ഒരിക്കൽ കൂടെ. അതെ സ്തോത്രം. 1 രാജാക്കന്മാർ 18:30 വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം, അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. സ്തോത്രം. യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്തു. അവൻ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഞങ്ങൾ മാത്രം മതി, ബാക്കി 11 വേണ്ട. അവന്മാരെ എല്ലാം സ്തോത്രം ഹത്തം ഹോകയാ, അവനെല്ലാം വെട്ടി നിരത്ത് എന്നല്ല ഏലിയാ പറഞ്ഞത്. എലിയാ പറഞ്ഞു 12 ഗോത്രം എനിക്ക് വേണം. ഇന്ന് പലരും പറയുന്നത് വേറെ ആരും വേണ്ട, ഞങ്ങൾ മാത്രം മതി, ഞങ്ങൾ മാത്രം VVIPs. നിനക്കെന്തോ അടിസ്ഥാനപരമായ കുഴപ്പമുണ്ട്. ഞങ്ങൾ മാത്രം മതി, ഞങ്ങളെ കൺവെൻഷൻ അനുഗ്രഹമായി നടക്കണം, മറ്റവൻ്റെ കൺവെൻഷൻ ഇടിവെട്ടി മഴ പെയ്യണം. ഞാൻ പറയട്ടെ, ഇത് മത്സര പുസ്തകമല്ല, ഇത് സ്നേഹപുസ്തകമാണ്. അവൻ 12 ഗോത്രത്തെ റെപ്രസെന്റ് ചെയ്ത് 12 കല്ലെടുത്ത് അവന് യാഗപീഠമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്തോത്രം, കയ്പിലും പകയിലും ഉള്ളവർക്ക് ഒരിക്കലും ദൈവകൃപയെ ചുമക്കാൻ കഴിയത്തില്ല.
നമുക്കുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുക, നമ്മൾ സ്തോത്രം വസ്ത്രത്തിന് അതെ ഹാഫ് സ്ലീവ് ഷർട്ട് ഇടാൻ പറ്റത്തില്ല, ഫുൾ സ്ലീവ് ഷർട്ട് തന്നെ ഇടണം. നന്നായി സ്തോത്രം ഷേവ് ചെയ്യണം. അതെ വൈകിട്ടും കൂടെ നന്നായിട്ട് ഒരിക്കൽ കൂടെ ഷേവ് ചെയ്യണം. നല്ല ക്ലീൻ ഷേവ് ആയിരിക്കണം നമുക്ക്. പിന്നെ ആഭരണം സ്തോത്രം പേര് പോലും പറയല്ലോ. പക്ഷേ ഞാൻ പറയട്ടെ, വെള്ളിയും പൊന്നും എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് കുഞ്ഞാമിയും കുശുമ്പും കുതികാൽ വെട്ടും എടുത്ത് അകത്തിടുന്നതിൻ്റെ പേര് വിശുദ്ധിയല്ല. വെള്ളിയും പൊന്നും എടുത്ത് പുറത്തിട്ടെ, കുഞ്ഞാമിയും കുശുമ്പും കുതികാൽ വെട്ടും എടുത്ത് അകത്തിടുന്നതിൻ്റെ പേര് വിശുദ്ധിയല്ല. 12 ഗോത്രം എനിക്ക് വേണം. 12 ഗോത്രം. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ സകല കയ്പ് നമ്മളിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ കയ്പ് മാറിപ്പോകട്ടെ. എല്ലാ പകയും മാറിപ്പോകട്ടെ. എല്ലാ കയ്പും മാറിപ്പോകട്ടെ. പകയും മാറിപ്പോകട്ടെ. കഴിഞ്ഞ ആഴ്ച എന്നെ സ്തോത്രം ഒരാൾ ഒരു കാര്യം പഠിപ്പിച്ചു. ഒരു വീഡിയോ കാണിച്ചിട്ട് പ്രകാരം പറഞ്ഞു. ജോൺ ബിവേറിൻ്റെ വീഡിയോ ആണ്. ജോൺ ബിവേർ അമേസിംഗ് ആയിട്ടുള്ളൊരു കോൺഫറൻസ് സെമിനാർ സ്പീക്കറാണ്. സ്തോത്രം. ജോൺ ബിവേർ പ്രസിദ്ധനായൊരു ദൈവത്തിൻ്റെ ദാസനാണ്. അദ്ദേഹം സ്തോത്രം വിവാഹം ചെയ്തത് പ്രസിദ്ധമായൊരു കുടുംബത്തിൽ നിന്നും ആണ്. അദ്ദേഹത്തിൻ്റെ അമ്മായിയമ്മ വളരെ പ്രസിദ്ധിയായ ഒരു ദൈവദാസിയാണ്. ഒത്തിരി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ഒത്തിരി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെട്ടു. സ്തോത്രം. എന്നാൽ അവർക്ക് ശുശ്രൂഷാ തലത്ത് ഒത്തിരി മുറിവേറ്റു. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം. നമുക്ക് മുറിവുകൾ തന്നിട്ടുള്ളത് ചർച്ചിന് പുറത്തുള്ളവരല്ല, ചർച്ചിനകത്തുള്ളവരാണ്. കർത്താവേ സ്തോത്രം. പലതും മറക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ചർച്ചിനകത്തുനിന്ന് ഒത്തിരി പാരകൾ നമുക്ക് വന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ചർച്ചിന് പുറത്തുനിന്ന് ചെറിയ പഴുതാരകൾ അകന്ന് നിൽക്കുമ്പോൾ ഏറ്റവും വലിയ പാരകൾ വന്നിട്ടുള്ളത് ചർച്ചിനകത്ത് നിന്ന്. പക്ഷേ ഈ ദൈവദാസിക്ക് പറ്റിയ അബദ്ധം, ചർച്ചിനകത്തുനിന്ന് പ്രശ്നം വന്നപ്പോൾ പലരോടും കയ്പോടെ ജീവിച്ചു, കയ്പോടെ മരിച്ചു. അവർ മരിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, ജോൺ ബിവേർ എന്ന തൻ്റെ മരുമകൻ ആ ദൈവദാസിന് ഒരു സ്വപ്നം കർത്താവ് നൽകി. ആ സ്വപ്നം ഇതായിരുന്നു. സ്തോത്രം. അതെ, ഈ ദൈവദാസി തൻ്റെ അമ്മായിയമ്മ സ്വർഗത്തിലേക്ക് പോവുകയാണ്. സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും സ്വർഗത്തിൻ്റെ വാതിൽ അവൾക്കെതിരെ അടയുന്നു. ഈ ദൈവദാസൻ ദൈവത്തോട് ആ സ്വപ്നത്തിൽ ചോദിച്ചു, കർത്താവേ, അവൾ പ്രസിദ്ധിയായ ഒരു ദൈവത്തിൻ്റെ ദാസിയായിരുന്നു, ഒത്തിരി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടതാ. അപ്പം കർത്താവ് ജോൺ ബിവേരോട് പറഞ്ഞു, ജോൺ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അവൾ പലരോടും ക്ഷമിച്ചില്ല. അവൾ പലരോടും ക്ഷമിക്കാത്തത് കൊണ്ട് എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അവൾ ഭൂമിയിൽ പലരോടും ക്ഷമിക്കാത്തത് കൊണ്ട് എനിക്ക് അവളോട് ക്ഷമിപ്പാൻ കഴിയത്തില്ല. ഇന്നലകൾ ആരൊക്കെയോ നിങ്ങൾക്കെതിരെ കള്ളം പറഞ്ഞു, ആരൊക്കെയോ നിങ്ങൾക്കെതിരെ പാരപെടുന്നു, ആരൊക്കെയോ നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുറിവേൽപ്പിച്ചു. പക്ഷേ ഇന്ന് പകൽക്കാലം ഈ ജീസസ് നെയിം, ഈ നല്ല വെള്ളിയാഴ്ച അതിനെ കുടഞ്ഞു കളഞ്ഞാട്ടെ. മനഃപൂർവ്വം ക്ഷമിച്ചാട്ടെ. അത് ഓർക്കാൻ പോലും പാടില്ല. സകല വൈറസുകൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ. ഈ ജീസസ് നെയിം 12 കല്ലുകൾ ഒരുമിച്ച് ചേർത്ത് പണിതതുപോലെ let there be the ministry of reconciliation in Jesus name. Forgive and forget in Jesus name. നീ ഭൂമിയിൽ വെച്ച് ക്ഷമിക്കണം. മനഃപൂർവ്വം അവരോട് ക്ഷമിക്കണം. അവർ നിന്നെ ദ്രോഹിച്ചു, അവർ നിന്നെ തകർത്തു, അവർ നിന്നെ അങ്ങേറ്റ് ഉടയ്ക്കാൻ നോക്കി, പക്ഷേ നീ ഉടഞ്ഞില്ലല്ലോ. ഇന്ന് പകലും ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നല്ലോ. ഈ കൊറോണ കാലത്തും ശവപ്പെട്ടിയിലല്ലല്ലോ നീ കിടക്കുന്നത്. നീ ദൈവകൃപയാൽ ജീവിക്കുന്നല്ലോ. ക്ഷമിക്ക്, മനഃപൂർവ്വം ക്ഷമിക്ക്. അവരോട് മനഃപൂർവ്വം ക്ഷമിക്കുക. അവർ നിന്നെ അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. അവരെത്ര സംസാരിച്ചാലും, എത്ര വീഡിയോ ഇട്ടാലും, എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും, ആ സ്തോത്രം, അതേ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലന്മാർക്കും നിന്റെ രോമത്തിൽ പോലും തൊടുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത് വശത്ത് 10,000 പേരും വീരും, എങ്കിലും അവയ്ക്ക് നിന്നോട് അടുത്തു വരുവാൻ കഴിയത്തില്ല. പക്ഷേ അതേ സമയത്ത് നിന്റെ അകത്ത് കയ്പ് വേണ്ട. ക്ഷമിക്കുക, മനഃപൂർവ്വം ക്ഷമിച്ചാട്ടെ. ഗോത്രസംഖ്യക്കൊത്തവണ യാഗപീഠം പണിയട്ടെ. യാഗപീഠം പണിതവൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ അത് പറഞ്ഞ് ഞാൻ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അവൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. കർത്താവേ, ഞാൻ നിന്റെ ദൈവമെന്ന്, അതെ, നീ ഇസ്രായേലിൻ്റെ ദൈവമെന്ന്, ഞാൻ നിന്റെ ദാസനെന്നും, ഈ കാര്യമൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും വെളിപ്പെട്ട് വരുമാറാകട്ടെ. ഈ കാര്യമൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും വെളിപ്പെട്ട് വരുമാറാകട്ടെ. അർത്ഥം, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു കർത്താവേ, ഇനി നീ ചെയ്യേണ്ടത് നീ ചെയ്യണമേ.
ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു, നീ ചെയ്യേണ്ടത് നീ ചെയ്യണമേ. ഞാൻ എങ്ങനെ ചെയ്തു? ഞാൻ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല, ഞാൻ അമേരിക്കയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതല്ല, ഞാൻ കൊറിയയിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല, ഞാൻ ആരുടെയോ കാർബൺ കോപ്പി മിനിസ്ട്രി അല്ല ഞാൻ ചെയ്തത്. ഞാൻ അങ്ങ് പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കുന്നു, അങ്ങ് പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കുന്നു. കമാൺ, 2021 ഈ മെയ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 5-ാം മാസത്തിൽ 10 ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ, 5-ാം മാസത്തിൽ അന്തരീക്ഷം മാറ്റുവാൻ, 5-ാം മാസത്തിൽ പ്രത്യക്ഷമായ ദൈവത്തിന്റെ മഹാപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, ഒരു നേഷൻ ചേഞ്ചറായി, രാജ്യത്തെ മാറ്റുന്നവനായി നിൽക്കുവാൻ ദൈവം പറയുന്നത് ചെയ്താട്ടെ. ദൈവം പറയുന്നത് പകുതിയല്ല, കാൽഭാഗമല്ല. ദൈവം പറയുന്നത് എല്ലാം ചെയ്താട്ടെ. ദൈവം പറയുന്നത് എല്ലാം പറഞ്ഞാട്ടെ. എല്ലാം പറഞ്ഞ്, എല്ലാം ചെയ്ത്, എല്ലാം പറഞ്ഞ്, എല്ലാം ചെയ്ത്, നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നു. നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നു. മോശ കടലിന് നേരെ വടി നീട്ടി. മോശേ, വടി നീട്ട്, അപ്പോൾ ബാക്കി ഞാൻ ചെയ്യാം. വടി നീട്ടേണ്ടത് നിന്റെ സ്തോത്ര ഉത്തരവാദിത്വമാണ്. നീ ചെയ്യുമ്പോൾ ഇതാ കാറ്റ് കടലിനെ വിഭാഗിക്കുന്നു. ഹേ പുരോഹിതന്മാരെ, പെട്ടകമെടുത്ത് യെരിഹോവിന് ചുറ്റും കറങ്ങി നടക്ക്. ജനം ഫോളോ ചെയ്. ജനമേ നടക്ക്, അതിരാവിലെ എഴുന്നേറ്റ് നടക്ക്. നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ ഭൂപരപ്പിൽ നിന്ന് നിന്റെ യെരിഹോവിനെ ഞാൻ അപ്രത്യക്ഷമാക്ക്. ഹേ പുരോഹിതന്മാരെ, വൺ മോർ ടൈം, ആ പെട്ടകം എടുക്ക്, യോർദാനിൽ കാൽവെക്ക്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ യോർദാന്റെ ആ ഒഴുക്കിനെ ഞാനിത് വിഭാഗിക്കും. ഉണ്ടായ നാൾ മുതൽ ഒഴുകുന്ന യോർദാനിൽ ചരിത്ര പ്രസിദ്ധമായൊരു വഴി, സൂപ്പർ നാച്ചുറൽ വേ നിനക്ക് വേണ്ടി ഞാനിത് ഒരുക്കുവാൻ പോകുന്നു. അടുത്ത തലമുറയ്ക്ക് കാണത്തക്ക 12 കല്ലുകൾ ഈ യോർദാന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളെടുത്ത് കരയിൽ ഇടുവാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഈ അത്ഭുതം കാണണമെങ്കിൽ, ഈ വീര്യപ്രവൃത്തി കാണണമെങ്കിൽ നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്ന. കർമ്മേൽ 3-ാമത്തെ സ്ഥലമാണ് കർമ്മേൽ. ആഹാബ് കാത്തിരിക്കുകയാണ്. ആഹാബിന്റെ സ്തോത്രം കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കാത്തിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഔന്നിത്യം മുഴുവൻ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ശമരിയുടെ ഉന്നതന്മാർ എല്ലാവരും കർമ്മേലിൽ ഒരുമിച്ച് കൂടിയാണ്. അശ്വേര പ്രവാചകന്മാർ അവിടെയുണ്ട്, ബാലിന്റെ പ്രവാചകന്മാർ അവിടെയുണ്ട്, ഇസബേലിന്റെ കോർ ഗ്രൂപ്പ് മുഴുവൻ അവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും തുറച്ചു നോക്കിയാണ്. എന്തോ ചെയ്യാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ടൈം വന്നു കഴിഞ്ഞു. ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് തുറച്ചു നോക്കുന്ന കണ്ണുകളുടെ നടുവിൽ മന്ത്രവാദികൾ തുറച്ചു നോക്കുമ്പോൾ, ദുർഭൂതങ്ങൾ തുറച്ചു നോക്കുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ തുറച്ചു നോക്കുമ്പോൾ, നിന്റെ ഉപവാസത്തെ തുറച്ചു നോക്കുമ്പോൾ, നിന്റെ ആരാധനയും നിന്റെ ശുശ്രൂഷയും നിന്റെ ഓരോ സെഷനെ ദുരാത്മാക്കൾ തുറച്ചു നോക്കുമ്പോൾ, നീ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നുവെന്നും ഇതൊക്കെ ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്തുവെന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മറുപടി വെളിപ്പെട്ടു വരട്ടെ. ഒരു കർമ്മേലിന്റെ മറുപടി വെളിപ്പെടട്ടെ. ഒരു കർമ്മേലിന്റെ അനുഭവം ഞങ്ങൾ ചോദിക്കുന്നു. വായു തുറന്ന് എല്ലാവരും ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രസംഗം കഴിഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ശബ്ദം ഉയരട്ടെ. ഏലിയാവുമാർ എഴുന്നേൽക്കുകയാണ്. In Jesus name. ഏലിയാവിന്റെ ആത്മാവോടെ യോഹന്നാൻ പുതിയ നിയമത്തിൽ ആരംഭിച്ചതുപോലെ പുതിയ നിയമത്തിന്റെ അവസാന നാളുകളാകുന്ന ഈ നാളുകളിൽ ഏലിയാവിനെ ഞാൻ ഒരിക്കൽ കൂടി അയക്കും. ഇസബേലിന്റെ ശക്തികൾ ക്വാളിറ്റിയെ കുറയ്ക്കുവാൻ വേണ്ടി സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഒരിക്കൽ കൂടെ ക്വാളിറ്റിയെ കുറയ്ക്കുവാൻ ഇസബേലിന്റെ ശക്തികൾ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഏലിയാവിന്റെ അഭിഷേകം ദൈവത്തിന്റെ ജനത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ആഹാബ് നോക്കുന്നു, രാജ്യത്തിന്റെ ഉന്നതന്മാർ നോക്കുന്നു. അതിന്റെ നടുവിൽ 3.5 മിനിറ്റ് പ്രാർത്ഥന ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. 3.5 മിനിറ്റ് പ്രാർത്ഥന. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, എങ്ങനെ 3.5 മിനിറ്റ് ഏലിയാവ് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ കഴിയും? ഭോജനയാഗത്തിന്റെ പ്രാർത്ഥന, യഹൂദ തൽമൂദ് പറയുന്നു, ഭോജനയാഗത്തിന്റെ പ്രാർത്ഥന 3.5 മിനിറ്റ് പ്രാർത്ഥനയാണ്. ഭോജനയാഗത്തിന്റെ പ്രാർത്ഥന എത്ര? 3.5 മിനിറ്റ് പ്രാർത്ഥനയാണ്. അതൊരു പരസ്യ പ്രാർത്ഥനയാണ്. ഏലിയാവ് സ്തോത്രം പ്രാർത്ഥിച്ച കർമ്മേലിൻ
മുകളിൽ സ്തോത്രം പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് പരസ്യ പ്രാർത്ഥനയാണ്. ഏലിയാവ് പരസ്യത്തിൽ 3.5 മിനിറ്റ് പ്രാർത്ഥിച്ചു, എന്നാൽ രഹസ്യത്തിൽ 3.5 വർഷം പ്രാർത്ഥിച്ചു. നിങ്ങൾ കേട്ടില്ല. സ്തോത്രം. ഏലിയാവ് പരസ്യത്തിൽ 3.5 മിനിറ്റ് പ്രാർത്ഥിച്ചു, രഹസ്യത്തിൽ 3.5 വർഷം പ്രാർത്ഥിച്ചു. 3.5 വർഷം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു, 3.5 വർഷം 3.5 മിനിറ്റ് പരസ്യത്തിൽ പ്രാർത്ഥിച്ചു, 3.5 വർഷം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു, 3.5 മിനിറ്റ് പരസ്യത്തിൽ പ്രാർത്ഥിച്ചു. ഇപ്പോൾ വെളിപ്പെടട്ടെ, ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അതെ, നീ തന്നെ യഹോവ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളമേ. ഉടനെ അവൻ പ്രാർത്ഥിക്കുന്ന ഉടനെ ദൈവത്തിന്റെ തീ ഇറങ്ങി. അതെ, തുറച്ചു നോക്കുന്ന ആഹാബിന്റെ മുൻപിൽ രാജ്യത്തിന് ഉന്നതന്മാർ ബാലിന്റെയും അശേര പ്രവാചകന്മാർ നോക്കിയിരിക്കെ, അവർ നോക്കിയിരിക്കെ തീ ഇറങ്ങി. അവർ നോക്കിയിരിക്കെ തീ ഇറങ്ങി. ടൈം വന്നു കഴിഞ്ഞു. ഭാരതത്തിൽ ദുർഭൂത ശക്തികൾ നോക്കിയിരിക്കെ, രാഷ്ട്രീയ കോമരങ്ങളും നോക്കിയിരിക്കെ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും യേശു തന്നെ ദൈവമെന്ന് തെളിയിപ്പാൻ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് തെളിയിപ്പാൻ ദൈവത്തിന്റെ ഏലിയാവുമാര് ഈ എഴുന്നേൽക്കട്ടെ. മരിച്ചവരെ എണീപ്പിക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്ന, കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന, മാനിനെ അതെ സ്തോത്രം, മുടന്തനെ മാനിനെ പോലെ ചാടിപ്പിക്കുന്ന, മുടന്തനെ മാനിനെ പോലെ ചാടിപ്പിക്കുന്ന, ഊമന്റെ നാവിനെ ഉല്ലസിപ്പിക്കുന്ന, ചെകിട്ട് ചെവികളെ തുറക്കുന്ന അത്ഭുത അടയാളങ്ങൾ കർമ്മേലിന്റെ നിയോഗത്തിൽ വെളിപ്പെടട്ടെ. കരങ്ങൾ അടിച്ച് ശബ്ദമിട്ട് ദൈവജനം ദൈവത്തെ സ്തുതിച്ചാടെ. In Jesus' name സംഭവിക്കട്ടെ കർത്താവേ, സംഭവിക്കട്ടെ. അങ്ങയുടെ പ്രത്യേക നിയോഗം ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ഏവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ജന, വിശുദ്ധിയുടെ ജന, വിശ്വസ്തതയുടെ ജന, വിശ്വാസത്തിന്റെ ജന, വിശുദ്ധിയുടെ ജന, വിശ്വസ്തതയുടെ ജന, വിശ്വാസത്തിന്റെ ജന, വിശുദ്ധിയുടെ ജന, വിശ്വസ്തതയുടെ ജന. കമോൺ, വായു തുറന്ന് പ്രാർത്ഥിക്ക്. മുട്ടുമടക്കേണ്ട എല്ലാവരും മുട്ടുമടക്കിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ രാജ്യം നിന്റെ മുൻപിൽ മാറുന്നു, പട്ടണം നിന്റെ മുൻപിൽ മാറുന്നു, നീ പാർക്കുന്ന തെരുവ് നിന്റെ മുൻപിൽ മാറുന്നു, നീ പാർക്കുന്ന കോളനി നിന്റെ മുൻപിൽ മാറുന്നു. ഞാൻ കാണുന്നു, നീ പാർക്കുന്ന കോളനിയിൽ ഒരൊറ്റ ഒരുത്തൻ പോലും വിഗ്രഹാരാധിയായിരിക്കത്തില്ല, ഒരൊറ്റ ഒരുത്തൻ പോലും അവിശ്വാസിയായിരിക്കത്തില്ല. കോളനികൾ ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നു, തെരുവുകൾ മുഴുവൻ ദൈവത്തെ ആരാധിപ്പാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്നെ തൊട്ട് വിടുവിച്ച ദൈവം നിന്റെ ചുറ്റുമുള്ളവരെയും വിടുവിക്കുകയാണ്. In Jesus' name. Hallelujah, hallelujah, hallelujah. നിന്നെ തൊട്ട് വിടുവിച്ചവനായ ദൈവം നീയുമായി കണക്ട് ചെയ്യുന്ന, നിന്നെ ഡെയിലി കാണുന്നവരെയും ദൈവത്തിന്റെ കൃപയാൽ വിടുവിക്കുകയാണ്. പരിശുദ്ധാത്മാവേ ചലിക്കണമേ, അങ്ങയുടെ വരങ്ങളാൽ ചലിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ കൃപാവരങ്ങൾ ആക്ടിവേറ്റ് ആകട്ടെ, അങ്ങയുടെ കൃപാവരങ്ങൾ ഈ ജനം നിറയട്ടെ. ഒരു വായു തുറന്ന് സംസാരിക്കുമ്പോൾ തീ പോലെ, ചുറ്റിക പോലെ, പ്രത്യേകിച്ച് തീ പോലെ ദൈവത്തിന്റെ വചനം തീ പോലെ പുറപ്പെടട്ടെ. എരിക്കേണ്ടതിനെ എരിക്കുവാൻ, തകർക്കേണ്ടതിനെ തകർക്കുവാൻ തീ പോലെ ദൈവത്തിന്റെ വചനം പുറപ്പെടട്ടെ. In Jesus' name, in Jesus' name, in Jesus' name. Hallelujah. ഒരു കർമ്മേലിന്റെ ജയം വെളിപ്പെടട്ടെ, ഒരു കർമ്മേലിന്റെ മറുപടി വെളിപ്പെടട്ടെ, ഒരു കർമ്മേലിന്റെ മാനിഫെസ്റ്റേഷൻ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. മാനിഫെസ്റ്റേഷൻ. പുറമേയുള്ള കണ്ണുകൊണ്ട് കാണത്തക്ക ക്രമത്തിൽ തീ ഇറങ്ങിയതുപോലെ, പുറമേയുള്ള കണ്ണുകൊണ്ട് കാണത്തക്ക ക്രമത്തിൽ ആ യാഗവസ്തു എരിഞ്ഞ് ചാരമായതുപോലെ പ്രത്യക്ഷമായ കണ്ടുകൊണ്ട് കാണത്തക്ക അത്ഭുതങ്ങൾ, പ്രത്യക്ഷമായ കണ്ടുകൊണ്ട് കാണത്തക്ക, ഒരു ക്യാമറയ്ക്ക് നിഷേധിപ്പാൻ കഴിയാത്ത, ഒരു മനുഷ്യനും നിഷേധിപ്പാൻ കഴിയാത്ത പ്രത്യക്ഷമായ അത്ഭുതങ്ങൾ നടക്കട്ടെ. അത് പ്രസ് ക്ലബ് റിപ്പോർട്ട് ചെയ്യട്ടെ, സെക്കുലർ മീഡിയ അത് റിപ്പോർട്ട് ചെയ്യട്ടെ. ഏലിയാവിന്റെ ദൈവം വെളിപ്പെടട്ടെ കർത്താവേ, വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തില്. ശബ്ദമുയർത്തി അന്യഭാഷ പറഞ്ഞ് ശബ്ദമുയർത്തി ആരാധിച്ചാട്ടെ. ശക്തിയോടെ എല്ലാ കുഞ്ഞ്, എല്ലാ സഹോദരനും, എല്ലാ സഹോദരിയും സ്തോത്രം. എൻ്റെ നേരം കഴിഞ്ഞു, ഞാൻ നിശബ്ദമാക്കിയാണ്, പക്ഷേ നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. കമോൺ 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 കമോൺ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. റാബുലിനിയാം ധരമശ്യാംധുലിനിയാം സജനാധികക്ഷ. യേശുവിൻ്റെ രക്തം ചെയ്യാം, യേശുവിൻ്റെ രക്തം ചെയ്യാം, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. എല്ലാ ഇസബേലി വ്യാപാരങ്ങൾ തകരുന്നതിനായി സ്തോത്ര. ഈ മുന്തിരിത്തോട്ടത്തെ,
ചീരത്തോട്ടമാക്കുമെന്നുള്ള സകല വെല്ലുവിളികളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുമെന്നുള്ള സകല ഈശോവേലി വ്യാപാര വെല്ലുവിളികളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിടുതലിനായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം. റൂഖാജഗദരര ഭൗഷ്യം ദുലിനിയം സജ്ജനദിയക്ഷ ഉരപ്രഭേജഗദരര ഭൗഠ്യാല പ്രഭാജഗദരര ഭൗഷ്യം ദുലിനിയം സജ്ജനാദിയക്ഷ റാംധലര ഭൗഷ്യത്തോനിയാസി ഉറാംധരരിയം സേനിയാം ദുലിനിയാശ. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. നിറയട്ടെ കൃപാവരങ്ങളിൽ ഈ ജനം നിറയട്ടെ, അയാളുടെ സാന്നിധ്യത്തിൽ നിറയട്ടെ, അയാളുടെ പകർച്ചയിൽ നിറയട്ടെ. അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്ര. ഹല്ലേലൂയ. ആരെങ്കിലും രോഗികളായിരിക്കുന്നു എങ്കിൽ ഇതേ അഭിഷേകത്തോടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. എക്സ്പെക്ട് എ മിറക്കിൾ ടുഡേ ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രതീക്ഷിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രതീക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട് മുടന്തന്മാർ നടക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് കുരുട്ട് കണ്ണുകൾ തുറക്കുന്നത് ധാരാളം, ഞാൻ കണ്ടിട്ടുണ്ട് ചെകിടന്മാർ കേൾക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് മാരക രോഗികൾ സൗഖ്യമാകുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് മരിച്ചു പോകും എന്ന് പറഞ്ഞവർ പോലും ജീവൻ പ്രാപിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചു വരുന്നത്. ഇന്ന് പകൽക്കാലം അതേ അധികാരത്തോടെ അതേ അഭിഷേകത്തോടെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. Father, in Jesus' name we call upon the name of Jesus, which is above all other name in heaven and earth and under the earth. സകല നാമത്തിനു മേലായ നസ്രേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, നസ്രേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, നസ്രേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല രോഗശക്തികൾക്കെതിരെ ഞാൻ കടന്നു വരുന്നു, സകല അന്ധകാര ദുർഭൂതങ്ങൾക്കെതിരെ കടന്നു വരുന്നു, സകല മന്ത്രതന്ത്രങ്ങൾക്കെതിരെ കടന്നു വരുന്നു, സകല ആഭിചാരങ്ങൾക്കെതിരെ എല്ലാ സ്തോത്രം അതേ പൈശാചിക ശക്തികൾക്കെതിരെ കടന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ ദുരാത്മാവിനെ ശാസിക്കുന്നു, സകല ആഭിചാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, എല്ലാ മന്ത്രവാദ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, എല്ലാ സോളിഷ് പ്രേയറുകളെ, എല്ലാ ബുദ്ധിയുടെ ജൽപ്പനങ്ങളെ, ബുദ്ധിയുടെ പ്രാർത്ഥനകളെ യേശുവിന്റെ നാമത്തിൽ ഒട്ടിച്ചു കളയുന്നു. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ I set these people free in Jesus' name. ഇവിടെ ജീവിതം സ്വതന്ത്രമാകട്ടെ, ഇവിടെ മക്കൾ സ്വതന്ത്രമാകട്ടെ, അവിടെ ഭാവികൾ സ്വതന്ത്രമാകട്ടെ, അവിടെ വിവാഹ ജീവിതങ്ങൾ സ്വതന്ത്രമാകട്ടെ, അവിടെ കരിയറുകൾ സ്വതന്ത്രമാകട്ടെ, കൂടുകൾ തകർന്ന് പക്ഷികൾ സ്വതന്ത്രമാക്കുന്നത് പോലെ set them free in Jesus' name. ഇപ്പോൾ തന്നെ അവർ സ്വതന്ത്രമാകട്ടെ, ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. അസ്ഥികളിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, ത്വക്കിലേക്ക്, ഞരമ്പിലേക്ക് ഒക്കെ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഉച്ചന്തല മുതൽ ഉള്ളംപാദം വരെ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. പൂർണ്ണ സൗഖ്യത്തിനായി സ്തോത്രം, പൂർണ്ണ വിടുതലിനായി സ്തോത്രം, എല്ലാ ബലഹീനതയും വിട്ടുപോകുന്ന കൃപയ്ക്കായി സ്തോത്രം. കൊറോണ ഉൾപ്പെടെയുള്ളതായ സകല രോഗങ്ങൾ വേരോടെ ഈ ശരീരങ്ങളിൽ നിന്ന് പറഞ്ഞു പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം അവിടെ മേൽ ഇപ്പോൾ തന്നെ കർത്താവ് അയച്ചു കഴിഞ്ഞ കൃപയ്ക്കായി സ്തോത്ര. ആരോഗ്യം അവിടെ മേൽ പ്രഖ്യാപിക്കുന്നു, ദീർഘായുസ് അവിടെ മേൽ പ്രഖ്യാപിക്കുന്നു. പാസ്റ്റങ്ങൾ ഉൾപ്പെടെയുള്ള സകല പേരുടെ മേലും ആരോഗ്യമുള്ള ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ശുഭതയിൽ സൂക്ഷിച്ചാട്ടെ, യാതൊരു അനർത്ഥവും ഭവിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ അവിടുന്ന് പരിപാലിച്ചാട്ടെ. ഗോർസം ദേശം സ്തോത്രം മിസ്രൈമിലെ മറ്റ് സ്ഥലങ്ങളെക്കാൾ വ്യത്യസ്തമായതുപോലെ അങ്ങേ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വലിയ വ്യത്യാസം പ്രത്യക്ഷമായി ഈ സെക്കൻഡ് മുതൽ വെളിപ്പെടട്ടെ. ഈ മതിലിനുള്ളിൽ എല്ലാവരെയും സംരക്ഷിക്കും, എല്ലാ ദൈവദാസന്മാരെയും സംരക്ഷിക്കും, അനുഗ്രഹമാക്കും, ആദരിക്കും. എലിയാവ് ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എലിയാ പ്രാർത്ഥിച്ചു, അവൻ പ്രസംഗിച്ചില്ല കർത്താവേ, അവൻ ബൈബിൾ സ്റ്റഡി എടുത്തില്ല, അവൻ ഹോസ്പിറ്റൽ നടത്തിയില്ല, അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ച് ഒരു രാജ്യത്തെ മാറ്റി, പ്രാർത്ഥിച്ചൊരു വ്യക്തിയല്ല മാറ്റിയത്. ഏറ്റവും വലിയ ശുശ്രൂഷ പ്രാർത്ഥന കർത്താവേ, ഏറ്റവും വലിയ ശുശ്രൂഷ പ്രാർത്ഥന. ഞങ്ങൾ പ്രാർത്ഥിച്ച് മാറട്ടെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ തന്നെ മാറട്ടെ, പ്രാർത്ഥിച്ച് ഞങ്ങളുടെ രാജ്യത്തെ മാറ്റട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന ഒത്തിരി ആവശ്യമുള്ളതായ ഈ കാലയളവിൽ സ്തോത്രം ഞങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ രാജ്യവും സംരക്ഷിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇന്ത്യയെ ലോകരാജ്യങ്ങൾ മുഴുവൻ കുനിഞ്ഞു നോക്കുന്നത് പോലെ, ഇന്ത്യയെ ലോകരാജ്യങ്ങൾ മുഴുവൻ നോക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം ഈ രാജ്യത്തിൽ വെളിപ്പെടട്ടെ. ഇന്ത്യൻ സഭയെ നോക്കി രാജ്യങ്ങൾ പഠിക്കട്ടെ. ഇന്ത്യൻ സഭകൾ നോക്കി സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും ആഫ്രിക്കയും ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്പ്, ഓഷ്യാനിക് നേഷൻസ് ഇന്ത്യ നോക്കി പഠിക്കട്ടെ. മഹത്വം വർദ്ധിക്കട്ടെ, മഹത്വം വർദ്ധിക്കട്ടെ, തീ വർദ്ധിക്കട്ടെ, പ്രാർത്ഥന വർദ്ധിക്കട്ടെ, വിശ്വാസം പെരുകട്ടെ. ഹല്ലേലൂയ. വിശുദ്ധി വർദ്ധിക്കട്ടെ, വിശ്വസ്തയും വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ കരീതിൽ വിശ്വസ്തരായിരിക്കട്ടെ. ഞങ്ങളുടെ സീദോനിൽ
വിശുദ്ധിയിൽ ജീവിക്കട്ടെ. ഞങ്ങളുടെ കർമ്മേലിൽ അങ്ങയുടെ വിശ്വസതയെ നിൽക്കുവാൻ അവിടുന്ന് സഹായിക്കും. നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.